പാതി കീറിയ മുലക്കച്ചയും മുട്ടറ്റം തെറുത്തു ചുറ്റിയ മുണ്ടും വായുവിൽ ഉയർന്ന് നിലത്തേക്ക് പതിച്ചു. പിന്നെ അവിടെ നടന്നത് ആരും കാണാൻ മടിക്കുന്ന കാഴ്ചകളായിരുന്നു. ദൈവം പോലും കണ്ണടച്ച നിമിഷം അവർ ആറുപേരും ആ പെണ്ണുടലിനെ മതിവരുവോളം മൃഗീയമായി ഭോഗിച്ചുകൊണ്ടിരുന്നു. ഇടയ്ക്കുള്ള ഞെരുക്കങ്ങൾ മാത്രമാണ് അവളിൽ ജീവൻ അവശേഷിപ്പിക്കുന്നുവെന്നതിന് തെളിവായി ഉണ്ടായിരുന്നത്. തീർത്തും തളർന്നു പോയ അവൾ നിർജീവമായി കിടന്നു. അപ്പോഴും അവളുടെ കണ്ണുനീർ നിലച്ചിട്ടില്ലായിരുന്നു. അവരുടെയെല്ലാം ആവശ്യം കഴിഞ്ഞപ്പോൾ പച്ച ജീവനോടെ അവളെ കത്തിക്കാനായി മണ്ണെണ്ണയെടുത്ത് അവളുടെ ദേഹത്തേക്ക് ഒഴിച്ച് പന്തത്തിൽ നിന്നും തീ പകർന്നു. ദേഹത്ത് തീയാളി പടർന്ന അവൾ അവിടെ കിടന്നു പിടഞ്ഞു. പക്ഷേ വിധിയുടെ വിളയാട്ടമെന്നോണം അതിശക്തമായി കാലം തെറ്റിയൊരു മഴ പെയ്തു. 5 പതിറ്റാണ്ടുകൾക്ക് ശേഷം. ഡാ അഖിലേ, നമുക്ക് ഒരാഴ്ച ലീവെടുത്ത് പോയാലോ, നിന്റെ തറവാട്ടിലേക്ക്? മദ്യത്തിന്റെ പുറത്തായിരുന്നു മഹേഷ് അത് ചോദിച്ചതെങ്കിലും അതൊരു നല്ല ഐഡിയയായി എല്ലാവർക്കും തോന്നി. അതേടാ, ഇവിടുത്തെ സകല തിരക്കിനോടും തലവേദനയോടും വിട പറഞ്ഞ് കുറച്ച് ദിവസം അടിച്ചു പൊളിക്കാം. പ്രവീണും മഹേഷിനെ സപ്പോർട്ട് ചെയ്തു. നിങ്ങൾ പറഞ്ഞതൊക്കെ ശരി തന്നെ. പക്ഷേ ഞങ്ങളെല്ലാം അവിടം വിട്ട് വന്നിട്ട് കുറേയധികം വർഷങ്ങളായി. എൻ്റെ ഓർമ്മയിൽ തന്നെ ഒന്നോ രണ്ടോ തവണ മാത്രമേ ഞാൻ അങ്ങോട്ട് പോയിട്ടുള്ളൂ. ഇപ്പോഴും പറയത്തക്ക വികസനമൊന്നും അവിടെ വന്നിട്ടില്ല. കുറച്ചു നേരത്തെ ആലോചനയ്ക്ക് ശേഷമാണ് അഖിലത് പറഞ്ഞത്. അതൊന്നും സാരമില്ല, നമുക്ക് അങ്ങോട്ട് തന്നെ പോകാം. ഞങ്ങൾക്കും നിന്റെ നാടും തറവാടും ഒക്കെ കണ്ടിരിക്കാലോ. നരേന്ദ്രനും അങ്ങോട്ട് പോകാൻ ആഗ്രഹമുണ്ടായിരുന്നു. എങ്കിൽ ശരി, നമുക്ക് അങ്ങോട്ട് പോകാം. കൂട്ടുകാരുടെ എല്ലാം ആഗ്രഹം മനസ്സിലാക്കി അഖിൽ അടുത്തയാഴ്ച നാട്ടിലേക്ക് തിരിക്കാമെന്ന് തീരുമാനിച്ചു. നീ പറയ്, നിന്റെ നാടിനെക്കുറിച്ച്. അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ഒരു ഏകദേശ ധാരണ ഉണ്ടാകുന്നത് നല്ലതല്ലേ? പ്രവീണിന്റെ ചോദ്യം കേട്ട് അഖിലൊന്ന് പുഞ്ചിരിച്ചു. അവന്റെ വാക്കുകൾ കേൾക്കാനായി മറ്റുള്ളവർ ഉത്സാഹത്തോടെ കാതോർത്തു. അങ്ങനെ കൂടുതലൊന്നും എനിക്കറിയില്ല. ഇടയ്ക്കൊക്കെ നാട്ടിൽ പോകുമ്പോൾ അച്ചമ്മ പറഞ്ഞു തന്നിട്ടുള്ള കഥകളിലൂടെ മാത്രമേ എനിക്കും അറിയൂ. പാലക്കാട് ജില്ലയിലെ നെന്മാറയിലാണ് എൻ്റെ തറവാട്. അതൊരു എട്ടുകെട്ട് രീതിയിലുള്ള തറവാടാണ്. കാവും പലവിധ പ്രതിഷ്ഠകളും കുളവുമുള്ള പരമ്പരാഗത രീതിയിലുള്ള തറവാട്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സമ്പത്ത് കൊണ്ടും അധികാരം കൊണ്ടും സാമർഥ്യം കൊണ്ടും ആ നാട്ടിലെ തന്നെ ഉഗ്രപ്രതാപികളായിരുന്നു ആലങ്ങാട്ട് കുടുംബം. മക്കളും മരുമക്കളും അവരുടെ മക്കളും അങ്ങനെ ഒരുപാട് അംഗങ്ങളുള്ള ഒരു കൂട്ടുകുടുംബമായിരുന്നു അന്ന്. എൻ്റെ മുതുമുത്തശ്ശൻ രാമഭദ്രനായിരുന്നു അന്നത്തെ കാരണവർ. വയലുകളും പറമ്പുകളും അങ്ങനെ ഏക്കർ കണക്കിന് പരന്നു കിടക്കുന്ന ഭൂമി. അവിടെ ജോലിക്കായി കുറേ ആളുകളും ഉണ്ടായിരുന്നു. അവരെല്ലാം അവിടെ തന്നെയാണ് ചെറുകുടിലുകൾ കെട്ടി താമസിച്ചിരുന്നത്. രാത്രിയെന്നോ പകലെന്നോ നോക്കാതെ തമ്പുരാക്കന്മാരുടെ കൽപ്പനയനുസരിച്ച് അവരുടെ മണ്ണിൽ ചോര നീരാക്കി പണി ചെയ്യുന്ന വെറും അധസ്ഥിതർ. ഇന്നും ആധുനികത തൊട്ടു തീണ്ടാതെ പഴമയുടെ തനിമയുണ്ട് ആ തറവാട് വീടിനും ആ നാടിനും. അത്രയും പ്രകൃതി രമണീയമായ സ്ഥലമാണത്. പക്ഷേ എന്തുകൊണ്ടോ ഇപ്പോൾ ആ തറവാട്ടിൽ ആരും താമസിക്കുന്നില്ല. നമുക്ക് പോകാം, പക്ഷേ ഒരു കുഴപ്പമുണ്ട്. എൻ്റെ വീട്ടിലുള്ള ആരും ഒന്നും അറിയരുത്. അറിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്കുള്ള യാത്ര നടക്കില്ല. അഖിൽ പറഞ്ഞു നിർത്തി. അതെന്താ അങ്ങനെ? അങ്ങോട്ടേക്ക് പോയാൽ എന്താ കുഴപ്പം? മഹേഷ് സംശയത്തോടെ ചോദിച്ചു. അവിടെ എന്തോ പ്രേതമോ യക്ഷിയോ ഉണ്ടെന്ന് പറയുന്നു. എൻ്റെ തറവാട്ടിലെ മിക്കവരെയും യക്ഷി കൊന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. നിസ്സാര മട്ടിലായിരുന്നു അഖിലത് പറഞ്ഞത്. ഓ പിന്നെ, യക്ഷിയും പ്രേതവും ഈ നൂറ്റാണ്ടിലല്ലേ അതൊക്കെ. ഒന്ന് പോയേടാ. അഥവാ ഇനി അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നമുക്കും അതൊന്ന് കാണാലോ. സിനിമയിലേതുപോലെ സുന്ദരിയായിരിക്കുമല്ലേ? പ്രവീണിന്റെ വാക്കുകളിലെ ദ്വയാർത്ഥം മനസ്സിലാക്കി മറ്റുള്ളവരും അത് ഏറ്റുപിടിച്ചു. എന്താ ആ യക്ഷിയുടെ പേര്? ഒരുതരം പ്രത്യേക ഭാവത്തോടെ ചോദിച്ച നരേന്ദ്രനെ ഒന്ന് നോക്കി അഖിൽ ആ പേര് പറഞ്ഞു. നീലി. ഇതേ സമയം നെന്മാറയിൽ അതുവരെയും ശാന്തമായിരുന്ന പ്രകൃതി മാറിയിരുന്നു. എന്തോ ഒരു ദുരന്തം വരാനുണ്ടെന്നറിയിച്ച് വലിയൊരു കൊള്ളിയാൻ ഭൂമിയിൽ പതിച്ചു. ഒപ്പം കാലൻ കോഴികൾ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി തുടങ്ങി. ദിവസങ്ങൾ അതിവേഗം കൊഴിഞ്ഞു തുടങ്ങി. ഓഫീസിൽ നിന്ന് അവധിയെടുത്ത് 2 ആഴ്ചത്തെ യാത്രയ്ക്കായുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി അവർ സ്വന്തം കാറിൽ പുറപ്പെട്ടു. കരിമ്പനങ്ങളുടെ നാടായ പാലക്കാടൻ മണ്ണിലേക്ക്. ബാംഗ്ലൂരിൽ നിന്നുള്ള ദീർഘദൂര യാത്രയ്ക്കൊടുവിൽ അവരെത്തി നെന്മാറയിലേക്ക്.
അപ്പോഴേക്കും സമയം വൈകുന്നേരം ഏകദേശം 5 മണിയോടടുത്തിരുന്നു. എത്ര നേരം കൊണ്ടുള്ള യാത്രയാണിത്? വല്ലാതെ ക്ഷീണിച്ചു. നമുക്ക് ഓരോ ചായ കുടിച്ചിട്ടിനി പോയാ പോരെ? മഹേഷ് ചോദിച്ചു. അവരെല്ലാവരും സമ്മതിച്ചു. അങ്ങനെ രാത്രിയിലേക്ക് തങ്ങൾക്കാവശ്യമായ ഭക്ഷണവും വാങ്ങിച്ച് അവർ വണ്ടിയിൽ കയറി ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിച്ചു. അതൊരു ഉൾപ്രദേശമായതിനാൽ യാത്ര വളരെ ക്ലേശകരമായിരുന്നു. എന്തൊരു റോഡാണിത്! കുണ്ടും കുഴിയും മാത്രമേ ഇവിടെ ഉള്ളൂ. ഇനിയും എത്ര ദൂരമുണ്ട് നിന്റെ തറവാട്ടിലേക്ക്? നരേന്ദ്രന്റെ മുഖത്ത് അതൃപ്തി പ്രകടമായി. ഒന്ന് ക്ഷമിക്കണ്ട അളിയാ, ഇനിയും അധികം ദൂരം ഉണ്ടാവില്ല. ഏറിയാൽ ഒരു 2 കിലോമീറ്റർ. അഖിൽ നരേന്ദ്രനെ തണുപ്പിക്കാൻ ശ്രമിച്ചു. ഇനിയും 2 കിലോമീറ്ററോളം ദൂരമുണ്ടാകുമെന്ന് കേട്ട് മറ്റുള്ളവർ തലയ്ക്ക് കൈകൊടുത്തു പോയി. പെട്ടെന്ന് ആരോ വണ്ടിക്ക് കൈ കാണിക്കുന്നത് കണ്ട് അഖിൽ വണ്ടി നിർത്തി. അതൊരു വൃദ്ധയായിരുന്നു. വണ്ടിയിലുള്ള എല്ലാവരെയും അവരൊന്ന് നോക്കി. മക്കളെ, നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്യുമോ? കുറച്ചു ദൂരം എന്നെയും നിങ്ങളുടെ കൂടെ കൊണ്ടുപോകുമോ? മരുന്ന് വാങ്ങി വരുന്ന വഴിയാണ്. സമയം ഒരുപാട് വൈകി. താല്പര്യമില്ലെങ്കിലും അവരുടെ പ്രായം മാനിച്ച് അവർ അവരെ വണ്ടിയിൽ കയറ്റി. മക്കളൊക്കെ ഏതാ? മുൻപ് ഇവിടെയൊന്നും കണ്ടിട്ടില്ലല്ലോ. എവിടേക്കാ പോകുന്നേ ഈ സന്ധ്യമയങ്ങിയ നേരത്ത്? ഞങ്ങൾ കുറച്ച് ദൂരെ നിന്നുമാണ് വരുന്നത്. ആലങ്ങാട്ട് തറവാട്ടിലേക്ക്. മഹേഷ് പറഞ്ഞത് കേട്ട് ആ വൃദ്ധയുടെ കണ്ണിൽ അത്ഭുതം നിറഞ്ഞു. ഒപ്പം ഒരു സംശയവും. ആലങ്ങാട്ട് തറവാട്ടിലേക്കോ? പക്ഷേ വർഷങ്ങളായി അവിടെ ആരും താമസമില്ലല്ലോ. നിങ്ങളൊക്കെ ആരാ? ഞാൻ അവിടുത്തെ കുട്ടിയാ അമ്മൂമ്മേ, അഖിൽ. അവിടുത്തെ സ്വാമിനാഥന്റെയും വസുമതിയുടെയും മകനാണ്. ഇവരൊക്കെ എൻ്റെ കൂട്ടുകാരാണ്. ആ, എന്തായാലും നന്നായി. ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടല്ലോ, സ്വന്തം നാടെന്ന് കരുതി. അതിനൊരു പുഞ്ചിരി മാത്രമായിരുന്നു അഖിൽ നൽകിയത്. പിന്നെ അവർ ഒന്നും സംസാരിച്ചില്ല. ഇവിടെ നിർത്തിയാ മതി മോനെ. ഇവിടെ നിന്നും നടന്നേ എൻ്റെ വീട്ടിലേക്ക് പോകാൻ പറ്റൂ. വണ്ടി നിർത്തിയതും അവർ പുറത്തേക്കിറങ്ങി. ശരി മക്കളെ, അപ്പോൾ വീണ്ടും കാണാം. പിന്നെയൊരു കാര്യം, നിങ്ങളൊക്കെ ചെറിയ പ്രായമാണ്. കുരുത്തക്കേട് എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അതൊന്നും വേണ്ടാട്ടോ. നീലിയുടെ നാടാണിത്. അവൾ ക്ഷമിക്കില്ല. ആ വൃദ്ധയുടെ വാക്കുകൾ അത്ര ദഹിച്ചില്ലെങ്കിലും ഒന്ന് തലയാട്ടിക്കൊണ്ട് അവർ യാത്ര തുടർന്നു. വണ്ടി കൺമുന്നിൽ നിന്നും മറഞ്ഞതും ആ വൃദ്ധയുടെ രൂപം മാറി തുടങ്ങി. നിമിഷ നേരം കൊണ്ട് തന്നെ അതിസുന്ദരിയായ ഒരു യുവതിയായി മാറി. പതിയെ അവൾ പ്രകാശധൂളികളായി അടുത്തുള്ള ഒരു ശിലയിലേക്ക് അലിഞ്ഞു ചേർന്നു. അല്പസമയം കൊണ്ട് തന്നെ അവർ ആലങ്ങാട് എന്ന സ്വർണ്ണ നിറത്തിൽ എഴുതിയ പടിപ്പുര വാതിലിന് മുന്നിലെത്തി. തുറന്നു കിടന്ന ഗേറ്റ് വഴി വണ്ടി അകത്തേക്ക് പ്രവേശിച്ചു. വണ്ടിയിൽ നിന്നിറങ്ങിയവരെല്ലാം അത്ഭുതത്തോടെയാണ് ആ വീടിനെ നോക്കിയത്. അപ്പോഴേക്കും സമയം 7:30 അടുത്തിരുന്നു. ഒരു മധ്യവയസ്കൻ പുഞ്ചിരിയോടെ അവർക്കരികിലേക്ക് നടന്നെത്തി. ഞാൻ പറഞ്ഞതുപോലെ എല്ലായിടവും വൃത്തിയാക്കിയില്ലേ? പിന്നെ നേരത്തെ പറഞ്ഞത് മറക്കണ്ട. എൻ്റെ വീട്ടുകാർ ഞങ്ങളിവിടെ വന്ന വിവരം അറിയണ്ട. പിന്നെ കൂട്ടുകാർക്കും വാസുവിനെ പരിചയപ്പെടുത്തി കൊടുത്ത ശേഷം എല്ലാവരും വീടിനകത്തേക്ക് കടന്നു. അവരുടെ ബാഗുകളെല്ലാം മുറിയിൽ കൊണ്ടുവച്ച ശേഷം വാസു പോകാനായി ഇറങ്ങി. കുളിച്ചു വന്ന് ഭക്ഷണം കഴിച്ച ശേഷം അവർ മുറിയിലേക്ക് പോയി. എല്ലാവരും ഒരു മുറിയിലായിരുന്നു കിടന്നത്. യാത്രയുടെ ക്ഷീണം കാരണം അവരെല്ലാം വേഗം തന്നെ ഉറങ്ങി. കിളികളുടെ കലപില ശബ്ദം കേട്ടാണ് അവർ ഉണർന്നത്. അപ്പോഴേക്കും സമയം ഏതാണ്ട് 9 മണിയോടടുത്തിരുന്നു. വേഗം തന്നെ കുളിച്ച് വസ്ത്രം മാറി മുറിക്ക് പുറത്തിറങ്ങി. ആ, മക്കൾ എഴുന്നേറ്റോ? യാത്രയുടെ ക്ഷീണം ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് വിളിക്കാതിരുന്നത്. വന്നോളൂ, ചായയും പ്രാതലും റെഡിയാണ്. ഒരു പുഞ്ചിരിയോടെ അത്രയും പറഞ്ഞുകൊണ്ട് വാസു അടുക്കളയിലേക്ക് നടന്നു. അഖിലും കൂട്ടുകാരും കൈ കഴുകി ഭക്ഷണം കഴിക്കാനായി ഇരുന്നു. കയ്യിൽ ഭക്ഷണം നിറച്ച പാത്രങ്ങളുമായി സുന്ദരികളായ 3 പെൺകുട്ടികൾ അടുക്കളയിൽ നിന്നും വന്നു. അവർക്ക് പുറകിൽ മധ്യവയസ്കയായ ഒരു സ്ത്രീയും. ഇതെന്റെ ഭാര്യ ദേവകി, മക്കൾ നീലിമ, ഇപ്പോൾ +2 കഴിഞ്ഞ് നിൽക്കുന്നു. നിലീന 10ാം ക്ലാസ് കഴിഞ്ഞു. നിയതി, ഇവൾ 8ാം തരത്തിൽ പഠിക്കുന്നു. വാസു അവരെ പരിചയപ്പെടുത്തി. ഭക്ഷണം കഴിക്കുമ്പോഴും അവരുടെ ശ്രദ്ധ നീലിമയിലായിരുന്നു. ഭക്ഷണത്തിന് ശേഷം അവർ തറവാട് മുഴുവൻ ചുറ്റി നടന്നു കണ്ടു. അവസാനം മുകൾ നിലയിൽ തെക്ക് വശത്തുള്ള അവസാനത്തെ മുറിക്ക് മുന്നിലെത്തി. ഇതെന്താ ഇങ്ങനെ പൂട്ടിയിരിക്കുന്നത്? പ്രവീൺ സംശയത്തോടെ ചോദിച്ചു. എനിക്കറിയില്ല, നമുക്ക് വാസുവേട്ടനോട് ചോദിക്കാം. അഖിൽ പറഞ്ഞത് കേട്ട് അവർ അവിടെ നിന്നും പറമ്പിലേക്ക് ഇറങ്ങി. വെട്ടിയിട്ട നാളികേരം എണ്ണി തിട്ടപ്പെടുത്തി പത്തായത്തിലേക്ക് മാറ്റാൻ പണിക്കാരെ സഹായിക്കുകയായിരുന്നു വാസു അപ്പോൾ. തിരക്കിലാണോ വാസുവേട്ടാ? ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി അയാൾ കണ്ടത് അഖിലിനെയും കൂട്ടുകാരെയുമായിരുന്നു. നിങ്ങളോ?
തിരക്കൊന്നുമില്ല. എന്തായി? തറവാടെല്ലാം കണ്ടു കഴിഞ്ഞോ? ആ, കഴിഞ്ഞു. പക്ഷേ എന്താ ആ തെക്കിനിയിലെ അവസാനത്തെ മുറി മാത്രം അടച്ചുപൂട്ടിയിരിക്കുന്നത്? അഖിലിന്റെ ചോദ്യം കേട്ട് അയാളൊന്ന് പരിങ്ങി. തനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയണമോ വേണ്ടയോ എന്ന് കുറച്ചുനേരം ആലോചിച്ചു. മോന് അതേക്കുറിച്ചൊന്നും ആരും പറഞ്ഞു തന്നിട്ടില്ലേ? ഇല്ല. അങ്ങനെ പറയാൻ മാത്രം എന്താണ് ആ മുറിയിലുള്ളത്? ഇവിടുത്തെ പരദേവതയെ കുടിയിരുത്തിയിരിക്കുന്ന മുറിയായിരുന്നു അത്. ചില അനിഷ്ട സംഭവങ്ങളെ തുടർന്ന് ദേവി തറവാട് വീട് വിട്ടിറങ്ങി. അതിൽ മനംനൊന്ത് അന്നത്തെ ഉപസകൻ, അതായത് മോന്റെ ഒരു മുത്തശ്ശൻ, ആ മുറിയിൽ ആത്മഹത്യ ചെയ്തിരുന്നു. പിന്നീട് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ആ മുറി അടച്ചിട്ടു. വാസുവേട്ടന് അതെന്താണെന്ന് കൃത്യമായി അറിയില്ലേ? ഇല്ല കുഞ്ഞേ, അന്ന് ഞാൻ കുഞ്ഞായിരുന്നു. മുതിർന്നവർ പറഞ്ഞുള്ള അറിവ് മാത്രമേ എനിക്കുള്ളൂ. എങ്കിൽ ശരി, അറിയുന്ന കാര്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞൂടെ? ഈ തറവാടിന് തന്നെ കളങ്കേറ്റ കാര്യങ്ങളാണത്. അതൊക്കെ ഞാൻ എങ്ങനെയാ മോനോട്? വാസു തെല്ലൊന്ന് അമാന്തിച്ചെങ്കിലും അഖിലും കൂട്ടരും വിടാൻ കൂട്ടാക്കിയില്ല. അവസാനം നിവൃത്തിയില്ലാതെ തനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയാമെന്നേറ്റു. ശരി, എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. എന്നാൽ ഇപ്പോഴതിന് സമയമില്ല. സമയം പോലെ അതെല്ലാം അറിയാമെന്ന ആശ്വാസത്തിൽ അവർ അടുത്തുള്ള സ്ഥലങ്ങളിലെല്ലാം കാണാനായി നടന്നു. അവർ പോകുന്നത് നോക്കി ഒട്ടൊരു നെടുവീർപ്പോടെ വാസു തന്റെ ജോലിയിലേക്കും ശ്രദ്ധയൂന്നി. തിരക്കേറിയ നഗരജീവിതം മാത്രം കണ്ടു വളർന്ന അവർക്കെല്ലാം പ്രകൃതി രമണീയമായതിനാൽ അനുഗ്രഹീതമായ പാലക്കാടൻ ഭംഗിയും രുചിവൈഭവങ്ങളാലും മനസ്സ് നിറഞ്ഞു. അടുത്ത ദിവസം വൈകുന്നേരം വേഗം ജോലികളെല്ലാം തീർത്ത് വാസു അവരെയെല്ലാം അരികിലേക്ക് വിളിച്ചു. നിങ്ങൾക്കറിയണ്ടേ ഈ തറവാടിന്റെ കഥ? അത് കേട്ട് എല്ലാവരും ആകാംക്ഷാഭരിതരായി. വാസുവിന്റെ വാക്കുകൾ കേൾക്കാനായി അയാൾക്ക് ചുറ്റുമിരുന്നു. പ്രതാപികളും ബഹുമാന്യരുമായ ആലങ്ങാട്ട് തറവാട്ടിന് സുഹൃതക്ഷയം സംഭവിച്ചത് എങ്ങനെയെന്നറിയാൻ അവളെക്കുറിച്ചറിയണം ആദ്യം. കാരണം അവളുടെ മരണത്തോടെയാണ് എല്ലാം തലകീഴായി മറിഞ്ഞത്. ആരാണവൾ? എങ്ങനെയാണ് അവൾ മരിച്ചത്? മഹേഷിൻ്റെതായിരുന്നു ചോദ്യം. നീലി. ആ പേരുച്ചരിച്ചതും പ്രകൃതിയുടെ ഭാവം മാറാൻ തുടങ്ങി. അത് ശ്രദ്ധിക്കാതെ വാസുവിന്റെ ഓർമ്മകൾ 5 പതിറ്റാണ്ട് പുറകിലേക്ക് സഞ്ചരിക്കുകയാണ്. താൻ കേട്ടറിഞ്ഞ കഥകളിലൂടെ ഓർമ്മകളിൽ ഇറങ്ങുന്ന ആലങ്ങാട് തറവാടിന്റെ ചരിത്രത്തിലേക്ക്, നീലിയുടെ ജീവിതത്തിലേക്ക്. ആ പേരുച്ചരിച്ചതും പ്രകൃതിയുടെ ഭാവം മാറാൻ തുടങ്ങി. മക്കളും മരുമക്കളും എല്ലാം ചേർന്ന് വലിയൊരു കുടുംബമാണ് ആലങ്ങാട്ട് തറവാട്. അന്നത്തെ കാരണവറായിരുന്നു രാമഭദ്രൻ. അദ്ദേഹം ഏറെ ധർമ്മിഷ്ഠനും ദാനധർമ്മിയുമായിരുന്നു അദ്ദേഹം. അവിടെ പാടത്തും പറമ്പിലും പണിക്ക് വരുന്നവർക്ക് അവിടെ തന്നെ കൂര പണിത് താമസിക്കാനും അദ്ദേഹം സൗകര്യമൊരുക്കിയിരുന്നു. അദ്ദേഹത്തെ പോലെ തന്നെയായിരുന്നു ഭാര്യ സുഭദ്ര അമ്മയും. 5 ആൺമക്കളും 4 പെൺമക്കളുമായിരുന്നു അവർക്ക്. സ്വഭാവ ഗുണത്തിൽ അവരെ പോലെ തന്നെയാണ് പെൺമക്കളും. ഇളയ മകൻ ഉണ്ണികൃഷ്ണനും. എന്നാൽ അതിൽ നിന്നും വിപരീതമായിരുന്നു മറ്റുള്ള മക്കൾ. അഹങ്കാരവും സ്വാർത്ഥതയും മാത്രം കൈമുതലായുള്ളവർ. മാത്രമല്ല, സ്ത്രീ തൽപരരും. പണിക്ക് വരുന്നവരുടെ ഭാര്യമാരും പെൺമക്കളും അവർക്ക് വെറും വിനോദം മാത്രമായിരുന്നു. എതിർക്കാൻ ശ്രമിച്ചാൽ ജീവനും ബാക്കി കിട്ടില്ലായിരുന്നു. അവരോടുള്ള പേടികൊണ്ട് പണിക്കാർ പലതും സഹിച്ചു. പതിവ് പോലെ ഒരു നാൾ വൈകുന്നേരം കുളി കഴിഞ്ഞ് അലക്കിയ വസ്ത്രങ്ങളുമായി കുടിയിലേക്ക് നടക്കുകയായിരുന്നു നീലിയും ജാനുവും. എന്നാൽ അവരുടെ നിർഭാഗ്യമെന്നോണം അതുവഴി നടന്നു പോവുകയായിരുന്ന ചെറിയ അദ്ദേഹം അഭിരാജിന് മുന്നിലേക്കാണ് ചെന്നുപെട്ടത്. അവരെ കണ്ട അഭിരാജ് അവരെ ചൂഴ്ന്നു നോക്കിക്കൊണ്ട് ഒരു വഷളൻ ചിരി ചിരിച്ചു. നീ ഏതാ പെണ്ണേ? ഇവിടെയൊന്നും കണ്ടിട്ടില്ലല്ലോ. നീലിയെ നോക്കിയായിരുന്നു ചോദ്യം. ഏൻ ഏൻ ചാമിയുടെ പെണ്ണാ നീലി. ഇത് അനിയന്റെ പെണ്ണ് ജാനു, പരിഭ്രമത്തോടെ അവൾ പറഞ്ഞു. അവളുടെ ആകാരവടിവുകളിലേക്ക് ചൂഴ്ന്നിറങ്ങിയ കണ്ണുകളെ നേരിടാനാവാതെ ഒട്ടൊരു പരിഭ്രമത്തോടെ വാക്കുകൾ യോജിപ്പിച്ച് ജാനുവിന്റെ കയ്യിൽ പിടിച്ച് അവിടെ നിന്നും ഓടിമറഞ്ഞു. അവളുടെ സൗന്ദര്യത്തിൽ ഭ്രമിച്ച അയാളിൽ അവളുടെ ആകാരഭംഗിയും പേടിച്ചരണ്ട നോട്ടവും കാമത്തിന്റെ അലയൊളികൾ ഉണർത്തി. ഭയത്തോടെയാണ് നീലിയും ജാനുവും കുടിയിലേക്ക് ചെന്നെത്തിയത്. അപ്പോഴും അവർ നന്നേ കിതയ്ക്കുന്നുണ്ടായിരുന്നു. എന്താ പെണ്ണേ, രണ്ടും വല്ലാതെ കിതയ്ക്കുന്നേ? എന്തു പറ്റി? ഓ, ഒന്നുമില്ല. വരുന്ന വഴിക്ക് ഒരു ഒരു പാമ്പിനെ കണ്ടു. അതിനെ പേടിച്ചോടിയതാ. നടന്ന കാര്യങ്ങൾ പറയാനൊരുങ്ങിയ ജാനുവിന്റെ കയ്യിലൊന്നമർത്തി പിടിച്ച് അരുതെന്ന് ആംഗ്യം കാണിച്ച് വായിൽ വന്നൊരു കള്ളം നീലി പറഞ്ഞൊപ്പിച്ചു.
ശേഷം ജാനുവിനെയും വലിച്ച് കുടിയിലേക്ക് കയറിപ്പോയി. ഇതേ സമയം നീലിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് കാര്യസ്ഥൻ ശങ്കരനോട് വാചാലനാകുകയായിരുന്നു അഭിരാജ്. സംസാരത്തിന്റെ ഗതി എങ്ങോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലായതും എല്ലാം മനസ്സിലായി എന്നർത്ഥത്തിൽ ശങ്കരൻ ഒന്ന് ചിരിച്ചു. സമയം കടന്നുപോയി. രാത്രിയിൽ ചന്ദ്രൻ അതിന്റെ പ്രഭ ചൊരിഞ്ഞു നിന്നു. കുടിയിൽ നിന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയ നീലിയെ തലോടി ഒരിളം തെന്നൽ കടന്നുപോയി. ദൂരേക്ക് നോക്കി നിൽക്കുകയാണവൾ, തന്റെ പ്രാണനായവനെ കാത്ത്. എന്താ ചേച്ചി ഇവിടെ വന്ന് നിൽക്കുന്നത്? പിന്നിൽ നിന്നും ജാനുവിന്റെ ശബ്ദം കേട്ടവൾ തിരിഞ്ഞു നോക്കി. ഏയ്, ഒന്നുമില്ല. അച്ഛനും അനിയനും നേരത്തെ വന്നിരുന്നു. ചാമി ഇതുവരെ വന്നിട്ടില്ല. ഞാൻ വന്നോളാം, നീ കുടിയിലേക്ക് ചെല്ല്. ജാനു തിരികെ അകത്തേക്ക് കയറി. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ദൂരെ നിന്നും ചാമി വരുന്നത് കണ്ട് നീലിയുടെ ചുണ്ടിൽ ഒരു മന്ദസ്മിതം വിടർന്നു. അവൾ ഓടി അയാളുടെ അടുത്തേക്ക് ചെന്നു. എന്താ വൈകിയേ? കുറച്ച് പണിയുണ്ടായിരുന്നു നീലി, നീ വാ. ചാമി അവളെയും ചേർത്ത് പിടിച്ച് കുടിയിലേക്ക് നടന്നു. ഇതേ സമയം കുറച്ചു ദൂരെയായി ഒരു തെങ്ങിൻ തോപ്പിൽ നിലാവിളിച്ചതിൽ അന്തിക്കള്ളകത്താക്കുകയാണ് അഭിരാജ്. കൂടെ ശങ്കരനുമുണ്ട്. എടോ ശങ്കരാ. എന്തോ? ഒന്നുമില്ലടോ. എനിക്കറിയാം തമ്പ്രാന്റെ മനസ്സിൽ എന്താന്ന്. അതിന് മറുപടിയായി അയാളുടെ മുഖത്തേക്കൊന്ന് നോക്കുക മാത്രം ചെയ്തു അഭിരാജ്. പുലർച്ചെ കോഴി കൂവിയപ്പോൾ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ നീലി അവിടെ ഇരുന്നു കൊണ്ട് മുടി കെട്ടിവെച്ചു. ജാനുവും അതേസമയം എഴുന്നേറ്റിരുന്നു. ഇരുവരും കൂടി അന്നത്തെ പണികളെല്ലാം ആരംഭിച്ചു. രാവിലെ ആയപ്പോൾ പതിവ് പോലെ അച്ഛൻ വേലുവും ചാമിയും അനിയൻ കേരനും കൂടി പണിക്ക് പോയി. അന്ന് വെയിലിന് നല്ല കാഠിന്യം തോന്നിയിരുന്നു. അവിടെ ഒരു തോട്ടിൽ മുഖം കഴുകുന്ന നീലിയെ അതുവഴി പോയ അഭിരാജും ശങ്കരനും കണ്ടു. അവരെ കണ്ട അവൾ നിവർന്നു നിന്നു. ശങ്കരന്റെ മുഖത്തേക്കൊന്ന് നോക്കിയിട്ട് അഭിരാജ് അയാളോടൊപ്പം അവിടെ നിന്നും നടന്നു നീങ്ങി. എടോ ശങ്കരാ. എന്തോ? പല പെൺകുട്ടികളെയും കണ്ടിട്ടുണ്ട്, പക്ഷെ അവളൊരു സർപ്പസുന്ദരിയാടോ. അവളുടെ പേരെന്താന്നാ പറഞ്ഞത്? നീലി. അല്ലെങ്കിൽ തന്നെ ഒരു പേരിലൊക്കെ എന്തിരിക്കുന്നു. 2 ദിവസങ്ങൾക്ക് ശേഷം വൈകുന്നേരം ഒറ്റയ്ക്ക് നടന്നു പോകുന്ന നീലിയെ കണ്ട് അഭിരാജ് അവളുടെ അടുത്തേക്ക് ചെന്നു. എങ്ങോട്ടാ പെണ്ണേ? അവളെ അടിമുടിയൊന്ന് ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് അയാൾ ചോദിച്ചു. ജാനു അച്ഛനുള്ള ചായയ്ക്കുമായി പോയി. അവളെ അന്വേഷിച്ചിറങ്ങിയതാ, അവൾ പറഞ്ഞൊപ്പിച്ചു. നിലത്തേക്ക് കുനിഞ്ഞുകൊണ്ട് മുന്നോട്ട് ചുവടുകൾ വെച്ച അവളുടെ കയ്യിൽ അഭിരാജ് കയറി പിടിച്ചു. വേണ്ട തമ്പ്ര, ഏനെ വിട്. യാചനാസ്വരത്തിലുള്ള അവളുടെ വാക്കുകൾ കേൾക്കാതെ അയാൾ അവളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി. അവളെയും കൂട്ടി അയാൾ ചെന്ന് നിന്നത് ശങ്കരന്റെയും കൂട്ടരുടെയും അടുത്തായിരുന്നു. ഏവരുടെയും നോട്ടം നീലിയിലേക്കായി. കാമം കലർന്ന ഏവരുടെയും നോട്ടം അവളിൽ അറപ്പും വെറുപ്പും ഉളവാക്കി, ഒപ്പം ഭയവും. പുലികൾക്കിടയിൽപ്പെട്ട പേടമാനിന്റെ അവസ്ഥയിലായിരുന്നു അവൾ. എങ്ങനെയെങ്കിലും അവിടെ നിന്നും രക്ഷപ്പെടണമെന്ന് ആലോചിക്കാൻ തുടങ്ങിയെങ്കിലും അവൾ തീർത്തും നിസ്സഹായായിരുന്നു. സമയം രാത്രിയോടടുത്തു തുടങ്ങി. നീലിയെ കാണാനില്ലെന്ന് തിരിച്ചറിഞ്ഞ അവളുടെ വീട്ടുകാർ ചുറ്റുവട്ടങ്ങളിലെല്ലാം അന്വേഷിക്കാൻ തുടങ്ങിയെങ്കിലും നിരാശയായിരുന്നു ഫലം. നീലിക്കെന്തോ ആപത്ത് സംഭവിച്ചിരിക്കുന്നു എന്ന് ചാമയുടെ ഉൾമനസ് മന്ത്രിച്ചു തുടങ്ങി. 2 ദിവസം മുൻപ് നടന്ന കാര്യങ്ങളോർത്ത് ജാനുവിന്റെ മനസ്സിലും ഭയം അതിന്റെ മൂർധന്യാവസ്ഥയിലെത്തിയിരുന്നു. സത്യം എല്ലാരോടും തുറന്നു പറയണമോ വേണ്ടയോ എന്ന ചിന്ത അവളെ തളർത്തിക്കൊണ്ടിരുന്നു. സമയം വൈകിക്കൊണ്ടേയിരുന്നു. ഇനിയും ഒളിച്ചു വെക്കുന്നതിൽ അർത്ഥമില്ലെന്ന് മനസ്സിലാക്കിയ അവൾ സത്യം എല്ലാരോടും പറഞ്ഞു. ജാനു പറഞ്ഞത് കേട്ട് ഏവരുടെയും മനസ്സിലൊരു ഉൾക്കിടിലമുണ്ടായി. എല്ലാവരും നീലിയെ തിരക്കിയിറങ്ങി. അതേസമയം അഭിരാജും സഹോദരന്മാരും പിച്ചിച്ചീന്തിയ നിലയിൽ ശരീരം മുഴുവനും മുറിവുകളാൽ വേദന കൊണ്ട് പിടയുന്ന നീലിയുടെ ശരീരത്തിലേക്ക് മണ്ണെണ്ണ ഒഴിക്കുകയായിരുന്നു ശങ്കരൻ. മുറിവുകളുടെ മുകളിൽ കൂടി മണ്ണെണ്ണ കൂടിയായപ്പോൾ വേദന സഹിക്കാവുന്നതിലും അധികമായിരുന്നു അവൾക്ക്. ശേഷം ഒരു തീപ്പെട്ടി ഉരസി അവളുടെ ശരീരത്തിലേക്കിട്ടു. അടുത്ത നിമിഷം അഗ്നി നീലിയെ കവർന്നു. അവളുടെ ഉറക്കെയുള്ള കരച്ചിൽ അവിടെ മുഴങ്ങിക്കേട്ടു. ആകാശം ഇരുണ്ടു തണുത്ത് കാറ്റ് വീശിയടിച്ചു. മഴത്തുള്ളികൾ താഴേക്ക് പതിച്ചു. പതിയെ ശക്തമായ മഴ പെയ്യാൻ ആരംഭിച്ചു. നീലിയുടെ ശരീരത്തിലെ തീ അണഞ്ഞു. അതുകണ്ട ശങ്കരനും കൂട്ടരും അവിടെയായി ഒരു കുഴിയെടുത്ത് പകുതി വെന്ത ശരീരവുമായി പാതി ജീവനോടെ അവളെ ആ കുഴിയിൽ മൂടി. അടുത്ത നിമിഷം വലിയ പ്രകാശത്തോടെ
ഒരു മിന്നലും കാതടപ്പിക്കുന്ന ഒരു ഇടിയും മുഴങ്ങി. രാവിന്റെ യാമങ്ങൾ പുലരിക്ക് സ്വാഗതമരുളവേ നീലിയുടെ കുടിയിൽ മാത്രം കണ്ണുനീരിൽ കുതിർന്നു നിന്നു. അവൾക്കെന്തു പറ്റിയെന്നറിയാതെ, ആരോട് ചോദിക്കുമെന്നറിയാതെ ഒരു പറ്റം ആളുകൾ നിസ്സഹായരായി ഇരുന്നു. ദിവസങ്ങൾ കൊഴിഞ്ഞുകൊണ്ടിരുന്നു. എന്നിട്ടും നീലിയെക്കുറിച്ച് മാത്രം ഒരു വിവരവും ലഭിച്ചില്ല. അവളുടെ അസാന്നിധ്യത്തിൽ ചാമിയുടെ ഹൃദയം തകർന്നുപോയി. കർക്കിടകം ആർത്തുലച്ച് പെയ്യുന്ന ഒരു രാവിൽ തന്നെ ആരോ വിളിക്കുന്നത് പോലെ തോന്നിയാണ് ചാമി കൂരയുടെ വാതിൽ തുറന്ന് പുറത്തു പോയത്. അവിടെ ആരുമില്ലെന്ന് കണ്ട് തിരികെ നടക്കാൻ ഒരുങ്ങുമ്പോഴാണ് കിണറിനടുത്ത് ആരോ നിൽക്കുന്നതായി ശ്രദ്ധിച്ചത്. ആരാ? ചോദിച്ചിട്ടും പ്രതികരണമൊന്നും കാണാത്തതിനാൽ എന്ത് ചെയ്യണമെന്നൊരു നിമിഷം, ശങ്കിച്ചു നിന്ന നിമിഷം, ഇരച്ചെത്തിയൊരു മിന്നൽ പിണറിന്റെ വെളിച്ചത്തിൽ ആ മുഖം അയാൾ കണ്ടു. ഒരു നിമിഷം തരിച്ചുനിന്ന അയാൾ സ്വബോധത്തിലേക്ക് വന്ന അടുത്ത നിമിഷം തന്നെ ആ പേരുച്ചരിച്ചു. നീലി. അവൾ ചാമിയുടെ അടുത്തേക്ക് മെല്ലെ വന്നു നിന്നു. കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവളുടെ മുടിയിഴകൾ വീശിയ കുളിർതെന്നലിൽ മെല്ലെ ഇളകിയാടുന്നുണ്ടായിരുന്നു. നീലിയെ അയാൾ സ്പർശിക്കാൻ തുടങ്ങിയതും അവൾ ഒരു ചുവട് പിന്നിലേക്ക് വെച്ചു. അരുത്! ഏറെ വേദനയോടെ അവൾ പറഞ്ഞു. ഒന്നും മനസ്സിലാവാതെ ചാമി അവളുടെ മുഖത്തേക്ക് നോക്കി. ഞാനിപ്പോൾ വാക്കുകൾ മുഴുവിപ്പിക്കാനാവാതെ അവൾ വിങ്ങി. എന്താ? ഇത്രയും നാൾ എവിടെയായിരുന്നു? കുടിയിലേക്ക് വാ. എല്ലാവർക്കും നിന്നെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ടാവും. ചാമയുടെ വാക്കുകൾ കേട്ട് ഏറെ വേദനയോടെ അവൾ അയാളുടെ മുഖത്തേക്ക് നോക്കി. ഒന്നിച്ചൊരു ജീവിതം ഇനി നമുക്കാവില്ല. കാരണം ഞാനിപ്പോൾ ഗതികിട്ടാത്ത ഒരാത്മാവ് മാത്രമാണ്. നീലിയുടെ വാക്കുകൾ ഒരിടിത്തീ പോലെ ചാമയുടെ നെഞ്ചിലേക്ക് പതിച്ചു. എന്താ എന്താ പറഞ്ഞത്? സത്യമാണ് ഞാൻ പറഞ്ഞത്. നടന്ന സംഭവങ്ങളെല്ലാം അവൾ പറഞ്ഞു. എല്ലാം കേട്ട് തരിച്ചു നിൽക്കാൻ മാത്രമേ അയാൾക്ക് കഴിഞ്ഞുള്ളൂ. കുറച്ച് കാമഭ്രാന്തന്മാരുടെ കാമവെറിക്ക് എൻ്റെ ശരീരം ഇരയായി. എനിക്ക് സംഭവിച്ചത് ഒരു പെൺകുട്ടിക്കും ഇനി സംഭവിക്കരുത്. പെണ്ണെന്നത് ഒരു ഭോഗവസ്തുവായി മാത്രം കാണുന്ന അവരെ ഓരോരുത്തരെയായി ഞാൻ ഇല്ലാതാക്കും. ഒന്നും മിണ്ടാതെ നിന്ന അയാളോടായി നീലി തുടർന്നു. അങ്ങൊരിക്കലും വിഷമിക്കരുത്. ഇതെന്റെ വിധിയായിരുന്നു. എന്നാൽ അവരുടെ വിധി തീരുമാനിക്കുന്നത് ഇനി ഞാനാണ്. അത്രയും പറഞ്ഞവൾ പിന്നോട്ട് ചുവടുകൾ വെച്ചു. കണ്ണീരിൽ കലർന്ന മിഴികളാൽ തന്റെ പാതിയും പ്രാണനുമായവനെ ഒരിക്കൽ കൂടി നോക്കിക്കൊണ്ട് അവൾ അന്തരീക്ഷത്തിൽ അലിഞ്ഞില്ലാതായി. കൺമുന്നിൽ നടന്നത് വിശ്വസിക്കാൻ ചാമിക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. ഹൃദയം തകരുന്ന വേദനയോടെ അയാൾ അവിടെ നിലത്തേക്കിരുന്ന് പൊട്ടിക്കരഞ്ഞു. മറ്റേതോ ലോകത്തിലായി പോലെ എത്ര നേരം അങ്ങനെ ഇരുന്നുവെന്ന് അയാൾക്കറിയില്ല. നേരം പുലർന്നു തുടങ്ങിയപ്പോൾ എഴുന്നേറ്റ് ചെന്ന് വീട്ടുമുറ്റത്തിരുന്നു ചാമി. തലേ രാത്രിയിൽ സംഭവിച്ചത് വീട്ടിൽ ആരോടെങ്കിലും പറയണമോ വേണ്ടയോ എന്നറിയില്ലായിരുന്നു അയാൾക്ക്. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അച്ഛൻ വേലു മുറ്റത്തേക്കിറങ്ങി വന്നു. നിർവികാരനായി അച്ഛന്റെ മുഖത്തേക്കൊന്ന് നോക്കിയിട്ട് അയാൾ തൂണിൽ ചാരി ദൂരേക്ക് കണ്ണും നട്ടിരുന്നു. ദിവസങ്ങൾ പലത് കടന്നുപോയത് കാരണം നീലി തിരികെ വരുമെന്നുള്ള പ്രതീക്ഷയ്ക്ക് മങ്ങലേറ്റു തുടങ്ങിയിരുന്നു വീട്ടിലെല്ലാവർക്കും. നീ ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ. അവൾ എവിടെയായാലും നമുക്ക് കണ്ടുപിടിക്കാം. നമ്മൾ ആരെയും വിട്ടു പോവാൻ അവൾക്കാവില്ല. എവിടെയായാലും തിരികെ വരും. ചാമിയോട് ആശ്വാസവാക്കുകൾ പറയുമ്പോഴും വേലുവിന് പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. ഇല്ലച്ചാ, അവൾ ഇനി വരില്ല. നമ്മളെയെല്ലാം വിട്ടവൾ പോയി കഴിഞ്ഞു. ചാമിയുടെ വാക്കുകൾ കേട്ട് വേലു അയാളുടെ മുഖത്തേക്ക് നോക്കി. എന്താ നീ പറയുന്നത്? എനിക്കിനി പ്രതീക്ഷയൊന്നുമില്ല. അവളിനി വരില്ല. അത്രയും പറഞ്ഞയാൾ എഴുന്നേറ്റ് അവിടെ നിന്നും പോയി. അപ്പോഴേക്കും ഇരുവർക്കുമുള്ള കാപ്പിയുമായി ജാനു അവിടെ എത്തിയിരുന്നു. അച്ഛന് കാപ്പി കൊടുത്ത ശേഷം നടന്നകലുന്ന ചാമിയെ ഒന്ന് നോക്കിയിട്ട് അവൾ അകത്തേക്ക് പോയി. അന്ന് രാവിലെ വിറകു പെറുക്കാനായി ജാനു പുറത്തേക്കിറങ്ങി. നീലിയുടെ അഭാവം അവളെയും തളർത്തിയിരുന്നു. എന്തെന്നാൽ എന്നും എവിടെയും അവർ ഒരുമിച്ചായിരുന്നു. ഒറ്റയ്ക്ക് നിൽക്കുന്ന ജാനുവിനെ കണ്ട് അഭിരാജും ശങ്കരനും അവിടെ നിന്നു. അവർക്കൊപ്പം ചിന്നനും ഉണ്ടായിരുന്നു. ഇവളും തരക്കേടില്ലല്ലോ ശങ്കരാ. അഭിരാജ് പറഞ്ഞത് കേട്ട് ശങ്കരൻ ഒന്നൂറി ചിരിച്ചു. മൂവരും അവളെ ഒന്ന് അടിമുടി നോക്കി. ഇതൊന്നും അറിയാതെ വിറക് ഒടിച്ചെടുക്കുകയായിരുന്നു ജാനു. അഭിരാജിന്റെ നോട്ടം ജാനുവിന്റെ മാറിലേക്കായിരുന്നു. ആ സമയം മുന്നോട്ട് നോക്കിയ ജാനു അവരെ മൂവരെയും കണ്ടൊന്ന് ഭയന്നു.
വേഗം തന്നെ കൈകളിൽ ഒതുക്കി പിടിക്കാൻ കഴിയുന്നത്ര വിറകുമെടുത്ത് തിടുക്കത്തിൽ അവിടെ നിന്നും പോയി. എവിടെ വരും പോകും പെണ്ണേ? അഭിരാജിന്റെ ആത്മകഥം കേട്ട് ശങ്കരനും ചിന്നനും ചിരിച്ചു. ഇന്നത്തെ രാത്രി പുലരുന്നതിനു മുമ്പ് അവൾ എന്റെ അരികിലുണ്ടായിരിക്കണം, അഭിരാജ് ആജ്ഞാപിച്ചു. തിരികെ വീട്ടിലെത്തിയ ജാനു വിറക് മുറ്റത്തേക്കിട്ട് അകത്തേക്ക് കയറി. വെയിലത്ത് ഓടിവന്നത് കാരണം അവൾ നന്നായി കിതയ്ക്കുന്നുണ്ടായിരുന്നു. അടുക്കളയിലെത്തി കുടത്തിൽ നിന്നും വെള്ളമെടുത്തു കുടിച്ചു. അതിനുശേഷം ചുവരോട് ചേർന്ന് നിന്ന അവളുടെ മനസ്സിലേക്ക് നീലിയെക്കുറിച്ചുള്ള ചിന്തകൾ വന്നു. അഭിരാജിന്റെയും കൂട്ടരുടെയും സ്വഭാവം എല്ലാവർക്കും നന്നായി അറിയാവുന്നതാണ്. ഇനി അവർ ചേച്ചിയെ അപായപ്പെടുത്തി കാണുമോ? ഓരോന്നാലോചിച്ച് ചുവരോട് ചേർന്ന് ഊർന്നവൾ നിലത്തേക്കിരുന്നു. നേരം ഇരുട്ടി തുടങ്ങിയിരുന്നു. ശങ്കരന്റെ കൂടെയിരുന്ന് അന്തിക്കള്ള് കുടിക്കുകയാണ് അഭിരാജ്. എടോ, ഒരു കുപ്പി കൂടി വാങ്ങിയിട്ട് വാ. ശരി, വാങ്ങാം. അവിടെ നിന്നും തിരിഞ്ഞ ശങ്കരൻ ചിന്നനെ കണ്ട് അവന്റെ അടുത്തേക്ക് ചെന്നു. നീ പോയൊരു കുപ്പി അന്തിക്കള്ള് വാങ്ങി വാ. പൈസ കൊടുത്ത ശേഷം ശങ്കരൻ തിരികെ അഭിരാജിന്റെ അടുത്തെത്തി. താൻ പോയില്ലേ? ഞാൻ ചിന്നനെ പറഞ്ഞു വിട്ടു. സന്ധ്യ മയങ്ങിയ സമയം ഇരുട്ട് വീണ് തുടങ്ങിയ ഇടവഴിയിൽ കൂടി ഒറ്റയ്ക്ക് നടന്ന് നീങ്ങുകയാണ് ചിന്നൻ. പെട്ടെന്ന് ഒരു കരിമ്പൂച്ച അവന്റെ വട്ടം ചാടി. ഒരു നിമിഷം അവിടെ നിന്ന് ചിന്നനെ തിളക്കമാർന്ന കണ്ണുകളാൽ നോക്കിയിട്ട് ആ പൂച്ച തൊട്ടടുത്തുള്ള കുറ്റിക്കാട്ടിലേക്ക് കയറിപ്പോയി. അതിനുശേഷം അവൻ വീണ്ടും മുന്നോട്ട് നടന്നു. കുറച്ചു ദൂരെയായി ഒരു തെങ്ങിൻ ചുവട്ടിൽ ഒരു സ്ത്രീ നിൽക്കുന്നത് ചിന്നൻ കണ്ടു. ഇരുട്ടായത് കാരണം മുഖം വ്യക്തമല്ലായിരുന്നു. അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു. ആ സമയം അവൾ അവിടെ നിന്ന് മുന്നോട്ട് നടന്ന് നീങ്ങി. ഒന്ന് നിൽക്കുവോ? ആരാണ് നീ? ഇവിടെ ഈ അസമയത്ത്? അതിന് മറുപടി കൊടുക്കാതെ അവൾ നടന്നു നീങ്ങുകയാണ്. അവൻ എത്ര ശ്രമിച്ചിട്ടും അവളുമായുള്ള ദൂരം അല്പം പോലും കുറയുന്നില്ല. ഇരുട്ടിന്റെ മറവിലേക്ക് നീങ്ങിയ അവളുടെ പിന്നാലെ ചെന്ന ചിന്നന് അവിടെ ആരെയും കാണാൻ സാധിച്ചില്ല. ഇതെവിടെ പോയി? ചുറ്റുമൊന്ന് നോക്കിയിട്ട് അവൻ മുന്നോട്ട് നടന്നു. കുറച്ചു ദൂരം ചെന്നപ്പോൾ ആ സ്ത്രീ വീണ്ടും അവന്റെ മുന്നിൽ കൂടി നടന്നു നീങ്ങുന്നു. ഒന്ന് നിൽക്കുമോ? ഈ പ്രാവശ്യം അവൾ അവിടെ നിന്നു. ചിന്നൻ അവളുടെ അടുത്തേക്ക് ചെന്ന് മുന്നിലേക്ക് കയറി അവളുടെ മുഖത്തേക്ക് നോക്കി. മുഖത്തേക്ക് മുടിയിഴകൾ കിടന്നിരുന്നത് കാരണം അവന് മുഖം കാണാൻ സാധിച്ചില്ല. അടുത്ത നിമിഷം വീശിയ കാറ്റിൽ അവളുടെ മുഖത്തു നിന്നും മുടിയിഴകൾ പറന്നു. ആ മുഖം കണ്ടൊരു ഞെട്ടലോടെ അവൻ മന്ത്രിച്ചു, നീലി! അടുത്ത നിമിഷം അവളുടെ കൈ അവന്റെ കഴുത്തിൽ മുറുകി. നീലി അവനെ അന്തരീക്ഷത്തിലേക്ക് ഉയർത്തി. ശ്വാസം കിട്ടാതെ ചിന്നൻ അവളുടെ കയ്യിൽ കിടന്നു പിടഞ്ഞു. എന്നെ ഒന്നും ചെയ്യരുത്, വിട്. ഇനി ഞാൻ ഒരു തെറ്റും ചെയ്യില്ല, ആരെയും ഉപദ്രവിക്കില്ല. ഞാൻ ഇവിടെ വിട്ട് എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. നീയായിട്ട് എങ്ങും പോവണ്ട, ഞാൻ പറഞ്ഞു വിടാം നിന്നെ. അവളുടെ ശബ്ദം അവിടെയാകെ പ്രതിധ്വനിച്ചു. നിമിഷങ്ങൾക്ക് ശേഷം അവന്റെ ചലനം നിലച്ചു. ഏറെ കോപത്തോടെ അവൾ ചിന്നനെ ദൂരേക്ക് വലിച്ചെറിഞ്ഞു. സമയം കടന്നുപോയി. ചിന്നനെ നോക്കിയിരിക്കുകയാണ് അഭിരാജും ശങ്കരനും. ഇവനിത് എവിടെ പോയി കിടക്കുക? തനിക്ക് തന്നെ പോയി വാങ്ങിയാൽ പോരായിരുന്നോ? ഞാൻ പോയി നോക്കിയിട്ട് വരാം. നിൽക്ക്. ഇനി താൻ പോയിട്ട് തന്നെ അന്വേഷിച്ച് ആര് വരും? ഞാൻ കൂടെ വരാം. അവരിരുവരും അവിടെ നിന്നും അരണ്ട വെളിച്ചത്തിൽ മുന്നോട്ട് നടക്കാൻ തുടങ്ങി. ആ സമയം ദൂരെ എവിടെയോ കാലൻ കോഴി കൂവുന്ന ശബ്ദം കേൾക്കാമായിരുന്നു. കുറെ ദൂരം ചെന്നപ്പോൾ എന്തിലോ തട്ടി അഭിരാജ് താഴെ വീണു. അവിടെ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ അയാൾ മനസ്സിലാക്കി, തന്റെ കൈ ആരുടെയോ ശരീരത്തിലാണ് സ്പർശിച്ചിരിക്കുന്നത്. അവിടെ ഇരുന്നു കൊണ്ട് അയാൾ മടിക്കുത്തിൽ നിന്നും തീപ്പെട്ടിയെടുത്ത് 4-5 കൊള്ളികളെടുത്ത് ഒന്നുരസി. ആ കാഴ്ച കണ്ട് അഭിരാജ് ഞെട്ടി പിന്നിലേക്ക് വീണു. കണ്ണുകൾ കൂർപ്പിച്ച് നാവു പുറത്തേക്കിട്ട് ചിന്നൻ. ആ കാഴ്ച അഭിരാജിൽ ഭയമുളവാക്കി. അതിലുപരി കുറച്ചു മുൻപ് കണ്ട ചിന്നൻ മരിച്ചു കിടക്കുന്നത് കണ്ട ഞെട്ടൽ അപ്പോഴും മാറിയിരുന്നില്ല. ശങ്കരന്റെയും അവസ്ഥ മറിച്ചായിരുന്നില്ല. അല്പസമയത്തിനുള്ളിൽ തന്നെ അവിടെ ചെറിയൊരാൾക്കൂട്ടം പന്തങ്ങളുമായി എത്തിയിരുന്നു. ശങ്കരാ! എന്തോ? ആരായിരിക്കുമെടോ അവനെ? അറിയില്ല തമ്പുരാൻ. കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ പോലീസ് എത്തി. അവിടെയെല്ലാം പരിശോധിച്ച ശേഷം ചിന്നന്റെ ശരീരം കൊണ്ടുപോവാനുള്ള ഏർപ്പാടുകൾ ചെയ്തു. അടുത്ത ദിവസം തന്നെ ആ നാട്ടിൽ പലയിടത്തും ആ വാർത്ത പരന്നിരുന്നു. ചിന്നന്റെ മരണം അതൊരു സാധാരണ മരണമല്ലായിരുന്നു. അവിടെ ഒരിടത്ത് ഒറ്റയ്ക്ക് മാറി നിൽക്കുകയാണ് മണി. ചിന്നന്റെ കൂട്ടുകാരനാണ്. അന്ന് വൈകുന്നേരം വയലിന്റെ ഒരു വശത്തായി മാറിയിരിക്കുകയാണ് അഭിരാജ്. ശങ്കരനും മണിയും അയാളുടെ അടുത്തായി നിൽപ്പുണ്ട്.
അസ്തമയ സൂര്യന്റെ കിരണങ്ങളാൽ ആകാശം ചുവന്നു കാണപ്പെട്ടു. കൂടെയുണ്ടായിരുന്ന ഒരാൾ പോയി. എത്ര ആലോചിച്ചിട്ടും ആരാണ് ചിന്നനെ കൊന്നതെന്ന് മനസ്സിലാവുന്നില്ല, അഭിരാജ് പറഞ്ഞു. ആരായാലും അവൻ പോയി. പോലീസ് അന്വേഷിക്കുന്നില്ലേ? അവർ കണ്ടുപിടിച്ചോളും. ശങ്കരന്റെ വാക്കുകൾ കേട്ട് അയാളുടെ മുഖത്തേക്കൊന്ന് നോക്കിയിട്ട് അഭിരാജ് എഴുന്നേറ്റു. താൻ വാ. നീ കുടിയിലേക്കല്ലേ? മണിയോടായി ശങ്കരൻ ചോദിച്ചു. അതെ. എന്നാ ചെല്ല്. അത് പറഞ്ഞ് ശങ്കരൻ അഭിരാജിനൊപ്പം അവിടെ നിന്നും നടന്നു നീങ്ങി. അപ്പോഴേക്കും ഇരുട്ട് വീണു തുടങ്ങിയിരുന്നു. അവിടെ തങ്ങളുടെ കുടിയിൽ മുറ്റത്തായി ദൂരേക്ക് നോക്കി നിൽക്കുകയാണ് ചാമി. അയാളുടെ മനസ്സിൽ മുഴുവനും നീലിയുടെ രൂപമാണ്. അവൾക്ക് സംഭവിച്ചതോർത്ത് നീറുകയാണ് ചാമി. തന്റെ പാതിയായവൾ ചിലരുടെ കാമവെറിക്കിരയായത് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അയാൾക്ക്. ചിന്നന്റെ മരണം അറിഞ്ഞ ചാമിക്ക് ഉറപ്പായിരുന്നു അതിന്റെ പിന്നിൽ നീലിയാണെന്ന്. പിന്നിൽ നിന്നൊരു കരം തന്റെ തോളിൽ സ്പർശിച്ചതറിഞ്ഞ് ചാമി തിരിഞ്ഞു നോക്കി. അച്ഛനായിരുന്നു. ഇരുട്ട് വീണ സമയം ഇവിടെ വന്ന് എന്ത് ചെയ്യുവാ നീ? ഹേയ്, ഒന്നുമില്ല. എങ്കിൽ വാ, കുടിയിൽ കയറ്. അച്ഛൻ പോയിക്കോ, ഞാൻ വരാം. അച്ഛൻ പോയി കഴിഞ്ഞ് അവിടെ പടിയിൽ ചെന്നിരുന്നു ചാമി. ഇരുട്ട് വീണു തുടങ്ങിയ വഴിയിൽ കൂടി കുടിയിലേക്ക് പോകുകയാണ് മണി. പെട്ടെന്ന് പിന്നിലായി ഒരു കരിയില അനക്കം കേട്ട് അയാൾ തിരിഞ്ഞു നോക്കി. എന്നാൽ അവിടെ ആരെയും കണ്ടില്ല. ഒരു നിമിഷം അവിടെ നിന്നിട്ട് അയാൾ മുന്നോട്ട് നടന്നു. ആ സമയം ഇടതുവശത്ത് ഒരു നിഴൽ തെന്നി മാറുന്നത് കണ്ട് മണി ഒരു ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. അവിടെയും ആരെയും കാണാൻ സാധിച്ചില്ല. അയാൾ വീണ്ടും മുന്നോട്ട് നടന്നു. ഇപ്പോൾ നടത്തത്തിന് താൻ അറിയാതെ തന്നെ വേഗത കൂടിയിരുന്നു. പോകുന്ന വഴിയിൽ ഒരു മരത്തിന്റെ വേരിൽ തട്ടി അയാൾ നിലത്തേക്ക് വീണു. അടുത്ത നിമിഷം അയാളുടെ കാലിൽ പിടിച്ച് ആരോ വലിച്ചുകൊണ്ട് തൊട്ടടുത്തുള്ള കുറ്റിക്കാട്ടിലേക്ക് വലിച്ചുകൊണ്ടുപോയി. ഭയം കൊണ്ട് അയാൾ അലറി വിളിച്ചു. ചുറ്റിനും ചീവീടുകളുടെ കരച്ചിൽ മാത്രം കേൾക്കാമായിരുന്നു. അടുത്ത നിമിഷം ഒരു കാട്ടുവള്ളി മണിയുടെ ഇരു കാലുകളിലും വരിഞ്ഞു മുറുക്കി അവനെ മുകളിലേക്ക് ഉയർത്തി. തല കീഴായി മരത്തിൽ തൂങ്ങിക്കിടക്കുന്ന അയാൾ കണ്ടു തന്റെ നേരെ നടക്കുന്ന നീലിയെ. അയാളെ നോക്കി അവൾ ഉറക്കെ ചിരിച്ചു. നീലി! അരണ്ട വെളിച്ചത്തിലും അവളെ അയാൾ തിരിച്ചറിഞ്ഞു. അതേടാ, നീലി തന്നെ. നീയൊക്കെ പിച്ചു ചീന്തിയ ഒരു പാവം പെണ്ണ്. എന്നെ ഒന്നും ചെയ്യരുത്. അത് കേട്ട് അവളുടെ മുഖം രൗദ്രഭാവമായി മാറി. കണ്ണുകൾ കോപം കൊണ്ട് ജ്വലിച്ചു. ഇനിയൊരിക്കലും ഒരു പെണ്ണിനെയും നീ തൊടില്ല. തൊടാൻ നീ ബാക്കിയുണ്ടാവില്ല. ആ സമയം ഒരു പ്രത്യേക ശബ്ദത്തിൽ ശക്തമായ കാറ്റ് വീശിയടിക്കാൻ തുടങ്ങി. കരിയിലകൾ പാറിപ്പറന്നു. അവളുടെ അട്ടഹാസം അവിടെ ആകെ മുഴങ്ങി. അടുത്ത നിമിഷം കൈവിരലിലെ കൂർത്ത നഖങ്ങൾ നീലി മണിയുടെ കഴുത്തിലേക്ക് ആഴ്ത്തി. അയാളുടെ നരമ്പ് പൊട്ടി രക്തം ചീറ്റി. അയാൾ വേദന കൊണ്ട് പിടഞ്ഞു. ചോര വാർന്ന് മണി മരിക്കുന്നത് രക്തവർണമായ മിഴികളാൽ നോക്കിക്കണ്ട ശേഷം അവൾ അവിടെ നിന്നും മറഞ്ഞു. അന്തരീക്ഷം പതുക്കെ ശാന്തമായി. അടുത്ത ദിവസം വലിയൊരാൾക്കൂട്ടം കണ്ടാണ് ശങ്കരൻ അവിടേക്ക് വന്നത്. ആ കാഴ്ച കണ്ട് അയാൾ ഞെട്ടി. മരത്തിൽ തല കീഴായി തൂങ്ങിക്കിടക്കുന്ന മണി, അയാളുടെ കഴുത്തിൽ നിന്നും വീണ രക്തം അവിടെ നിലത്തായി കട്ടപിടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. ഒരു നിമിഷം എന്തു ചെയ്യണമെന്നറിയാതെ അവിടെ നിന്ന് ശങ്കരൻ അവിടെ നിന്നും അതിവേഗം അഭിരാജിന്റെ തറവാട്ടിലേക്ക് പോയി. മുറ്റത്ത് തന്നെ നിന്നിരുന്ന അയാളുടെ സഹോദരിയുടെ അടുത്തേക്ക് ശങ്കരൻ ചെന്നു. തമ്പുരാൻ എവിടെ? അറിയില്ല, തൊടിയിൽ കാണും. എന്തുപറ്റി? എന്താ വല്ലാണ്ടിരിക്കുന്നത്? ഒന്നുമില്ല, ഞാൻ തമ്പുരാനെ ഒന്ന് കാണട്ടെ. അത് പറഞ്ഞ് ശങ്കരൻ അതിവേഗം അവിടെ നിന്നും പോയി. എന്താ ഏട്ടത്തി? അയാൾ ഏട്ടനന്വേഷിച്ച് വന്നതാണോ? അവിടേക്ക് വന്ന ഉണ്ണികൃഷ്ണൻ സഹോദരിയോട് ചോദിച്ചു. അതെ. അവിടെ തോപ്പിൽ പണിക്കാരുടെ കൂടെ നിൽക്കുന്ന അഭിരാജ് തന്റെ അടുത്തേക്ക് പരിഭ്രമത്തോടെ ഓടിവരുന്ന ശങ്കരനെ കണ്ട് അയാളുടെ അടുത്തേക്ക് ചെന്നു. എന്താടോ താനിങ്ങനെ ഓടിക്കിതച്ചു വരുന്നത്? അത് നമ്മുടെ മണി. എന്താ എന്താ മണിക്ക് പറ്റിയേ? അവിടെ തൂങ്ങി നിൽക്കുന്നു. അത് കേട്ട് ശങ്കരനൊപ്പം അഭിരാജ് അവിടേക്ക് ഓടിച്ചെന്നു. അപ്പോഴേക്കും മണിയുടെ ശരീരം പോലീസ് വന്ന് നിലത്തേക്ക് ഇറക്കിയിരുന്നു. അഭിരാജിനെ കണ്ട് പോലീസ് ഓഫീസർ അയാളുടെ അടുത്തേക്ക് വന്നു. ഇത് നിങ്ങൾക്കറിയാവുന്ന ആളാണോ? അതെ. എപ്പോഴാണ് നിങ്ങൾ ഇയാളെ അവസാനമായി കാണുന്നത്? ഇന്നലെ വൈകുന്നേരം. ശരി. കഴിഞ്ഞ ദിവസവും നിങ്ങൾക്കറിയാവുന്ന ഒരാൾ തന്നെയല്ലേ കൊല്ലപ്പെട്ടത്? അതെ. അവർക്കാരെങ്കിലും ശത്രുക്കളുള്ളതായി അറിയോ? എന്റെ അറിവിലില്ല.
മണിയുടെ ശരീരം അവിടെ നിന്ന് കൊണ്ട് പോവാനുള്ള ഒരുക്കങ്ങൾ കഴിഞ്ഞിരുന്നു. അഭിരാജും ശങ്കരനും അവിടെ നിന്ന് മാറി ഒരു മരത്തണലിൽ ചെന്ന് നിന്നു. ആൾക്കാർ പതുക്കെ പിരിഞ്ഞുപോയി തുടങ്ങി. എന്താടോ ഈ സംഭവിക്കുന്നത്? ആദ്യം ചിന്നൻ, ഇപ്പോൾ മണി. ആരാണ് ഇതിന്റെയൊക്കെ പിന്നിൽ? അറിയില്ല തമ്പുരാൻ. ശരി, താൻ വാ. ഒരെണ്ണം വീശിയില്ലെങ്കിൽ ശരിയാവില്ല. അഭിരാജും ശങ്കരനും പോകുന്ന വഴിയിൽ എതിരെ ചാമി കടന്നു വരുന്നുണ്ടായിരുന്നു. അവരെ കടന്നു പോകുമ്പോൾ അയാൾ വന്യമായി ഏറെ ക്രോധത്തോടെ അവരെ ഇരുവരെയും നോക്കി. ആ നോട്ടത്തിൽ തങ്ങൾ ദഹിച്ചു പോകുമെന്ന് തോന്നി അഭിരാജനും ശങ്കരനും. ചാമി നടന്നു പോകുമ്പോൾ അവർ തിരിഞ്ഞ് അയാൾ പോകുന്നത് നോക്കി നിന്നു. എടോ, ഇനി ഇവനായിരിക്കുമോ? അങ്ങനെയൊരു സംശയം എനിക്കുമില്ലാതില്ല. പക്ഷേ ഇവനെങ്ങനെ അറിയാനാണ് അവന്റെ പെണ്ണിന് സംഭവിച്ചതും അതിന്റെ പിന്നിൽ നമ്മളാണെന്നും? അതൊക്കെ ശരി തന്നെ. എന്നാൽ അവന്റെ നോട്ടം കണ്ടില്ലേ? അതിൽ നിന്ന് തന്നെ നമ്മളെക്കുറിച്ച് എന്തൊക്കെയോ അറിയാമെന്ന ഭാവം ഉണ്ടായിരുന്നു. ആ പെണ്ണിനെ നമ്മൾ തന്നെ ജീവനോടെ കുഴിച്ചു മൂടിയതാണ്. പിന്നെ എങ്ങനെ അറിയാനാണ്? ശങ്കരൻ സംശയം പ്രകടിപ്പിച്ചു. എന്നാൽ അവന്റെ ഭാവം താൻ ശ്രദ്ധിച്ചതല്ലേ? അതുമാത്രമല്ല, ചിന്നന്റെയും മണിയുടെയും മരണങ്ങളും ദുരൂഹ സാഹചര്യത്തിലല്ലേ? നമ്മുടെ കൂടെ എല്ലാത്തിനും കൂടെ നിന്നവരാണവർ ഇരുവരും. എടോ, ഒരു കാര്യം ചെയ്യാം. ഇന്ന് രാത്രിയിൽ അവളെ കുഴിച്ചിട്ടെടുത്ത് ചെന്ന് നോക്കണം അവളുടെ ശരീരം അവിടെ തന്നെ ഉണ്ടോ എന്ന്. ഞാനും താനും മാത്രം മതി, മറ്റാരോടും പറയണ്ട. അത് വേണോ? വേണം. എന്താ, തനിക്ക് പേടിയുണ്ടോ? പേടിയുണ്ടായിട്ടല്ല, മറ്റാരെങ്കിലും കാണുവോ മറ്റോ ചെയ്താൽ. അർദ്ധരാത്രിയിൽ അങ്ങനെ ഒരു സ്ഥലത്ത് ആര് വരാനാണ്? ശരി, അങ്ങനെ ചെയ്യാം. ആ പകൽ അങ്ങനെ കടന്നുപോയി. സന്ധ്യ ആയപ്പോൾ ശങ്കരനെയും കൂട്ടി അഭിരാജ് അന്ന് രാത്രിയിൽ നീലിയെ മറവ് ചെയ്തെടുത്ത് പോകുന്നതിനെക്കുറിച്ചുള്ള പദ്ധതി മെനഞ്ഞു. എവിടെ വെച്ച് തമ്മിൽ കാണണമെന്ന് അവർ തീരുമാനിച്ചുറപ്പിച്ചു. തറവാട്ടിൽ അഭിരാജിന്റെ സഹോദരന്മാർ അറിഞ്ഞിരുന്നു ചിന്നന്റെയും മണിയുടെയും മരണങ്ങൾ. ഉണ്ണികൃഷ്ണനൊഴികെ മറ്റെല്ലാവർക്കും നീലിയുടെ മരണത്തിൽ പങ്കുണ്ടായിരുന്നു. എന്നാൽ കൂടെയുണ്ടായിരുന്ന കാര്യക്കാരിൽ രണ്ടുപേരുടെ മരണത്തിന് പിന്നിൽ ആരാണെന്നുള്ളത് അവർക്കും അറിയില്ലായിരുന്നു. രാത്രിയിൽ എല്ലാവരും ഉറക്കമായെന്ന് തോന്നിയപ്പോൾ അഭിരാജ് എഴുന്നേറ്റ് പുറത്തേക്ക് വന്നു. ഇരുട്ട് കട്ട പിടിച്ചു കിടക്കുന്ന വഴിയിൽ ചീവീടുകളുടെ കരച്ചിൽ കേൾക്കാമായിരുന്നു. അവിടെ നിന്ന് കുറച്ചകലെയായി നേരത്തെ പറഞ്ഞതനുസരിച്ച് ശങ്കരൻ ഒരു കൈക്കോട്ടും പന്തവുമായി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അഭിരാജ് അയാളുടെ അടുത്തേക്ക് വന്നു. താൻ വന്നിട്ട് ഒരുപാട് നേരമായോ? കുറച്ചു സമയമായി. ശരി, വാ. ഇരുവരും ആ പന്തത്തിന്റെ വെട്ടത്തിൽ നീലിയെ കുഴിച്ചിട്ടിടത്തേക്ക് നടന്നു. കുറച്ചു ദൂരം താണ്ടി അവർ അവിടെ എത്തി. ഇരുട്ടിൽ കുഴിച്ചിട്ട സ്ഥലം കണ്ടുപിടിക്കുക അത്ര എളുപ്പമായിരുന്നില്ല. ആ സമയം ദൂരെ എവിടെയോ കാലൻ കോഴിയുടെ കൂവൽ കേൾക്കാമായിരുന്നു. മാനത്ത് കറുത്ത മേഘങ്ങൾ കരിമ്പടം പുതച്ചു നിന്നു. അന്തരീക്ഷമാകെ തണുത്ത കാറ്റ് വീശിയടിച്ചു തുടങ്ങിയിരുന്നു. പന്തവുമായി അവിടെയെല്ലാം നടന്നു നോക്കിയ ശങ്കരൻ അവസാനം നീലിയെ മറവ് ചെയ്ത ഇടം കണ്ടുപിടിച്ചു. അയാൾ കയ്യിലിരുന്ന പന്തം അഭിരാജിനെ ഏൽപ്പിച്ചിട്ട് കൈക്കോട്ട് അവിടെ മണ്ണിലേക്ക് ആഴ്ത്തി. അതേസമയം ആകാശത്തിൽ നിന്ന് ഒരു മിന്നൽ പിണർ ഭൂമിയിലേക്ക് തൊട്ടു തൊട്ടില്ല എന്ന മട്ടിൽ മിന്നി. അതോടൊപ്പം കാതടപ്പിക്കുന്ന ശബ്ദത്തിൽ ഇടിയും മുഴങ്ങി. അതിനുശേഷം ശക്തമായ മഴ തുടങ്ങി. വീശിയടിച്ച കാറ്റിൽ അന്തരീക്ഷം ഭീകരമായൊന്ന് തോന്നിച്ചു. അഭിരാജും ശങ്കരനും എന്താണീ നടക്കുന്നതെന്ന് അറിയാതെ ഭയന്നു. ഓരോ തവണ മൺവെട്ടി ഭൂമിയിലേക്ക് പതിക്കുമ്പോഴും അന്തരീക്ഷം കൂടുതൽ ഭയാനകമായി കൊണ്ടിരുന്നു. അവസാനം വേറെ വഴിയില്ലാതെ അവർ തങ്ങളുടെ ഉദ്യമത്തിൽ നിന്നും പിന്മാറി. കോരിച്ചൊരിയുന്ന മഴയ്ക്കും വീശിയടിക്കുന്ന കാറ്റിനും ഒരു കുറവും വന്നില്ല. ഇപ്പോഴൊന്നും മഴ നിൽക്കില്ലെന്ന് മനസ്സിലാക്കിയ അഭിരാജും ശങ്കരനും അവിടെ നിന്ന് തങ്ങളുടെ വീടുകളിലേക്ക് പോയി. തനിക്ക് ചുറ്റും താൻ അറിയാത്ത എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. അതോടെ അഭിരാജിന്റെ ഉള്ളിൽ പലവിധ സംശയം തെളിഞ്ഞു. ദിവസങ്ങൾ ഓടിമറഞ്ഞുകൊണ്ടിരുന്നു. നടന്ന 2 മരണങ്ങളും കൊലപാതകമാണോ? ഇന്ന് രാത്രിയിൽ അവളെ കുഴിച്ചിട്ടെടുത്ത് ചെന്ന് നോക്കണം അവളുടെ ശരീരം അവിടെ തന്നെ ഉണ്ടോ എന്ന്. ഞാനും താനും മാത്രം മതി, മറ്റാരോടും പറയണ്ട. അത് വേണോ? വേണം. എന്താ, തനിക്ക് പേടിയുണ്ടോ? പേടിയുണ്ടായിട്ടല്ല, മറ്റാരെങ്കിലും കാണുവോ മറ്റോ ചെയ്താൽ. നടന്ന 2 മരണങ്ങളും കൊലപാതകമാണെന്ന് അറിയാമെങ്കിലും അതെങ്ങനെ സംഭവിച്ചു, ആരാണ് കൊലയാളി എന്നൊന്നും പോലീസിനെ കണ്ടെത്താനാവാത്തത് അയാൾക്കുള്ളിൽ ഭയം വർദ്ധിച്ചു. പതിവ് പോലെ രാത്രി ഒരുമിച്ചിരുന്ന് മദ്യപിക്കുകയായിരുന്നു രാജനും കൂട്ടാളികളായ വേലനും അയ്യപ്പനും. മദ്യം തലയ്ക്ക് പിടിച്ച അവരുടെ സംസാരം ഇന്നുവരെ അവരനുഭവിച്ച സ്ത്രീകളെക്കുറിച്ചായിരുന്നു.
എത്രയെത്ര പെണ്ണുങ്ങളെ നമ്മൾ അനുഭവിച്ചു. എന്നാലും അതിലേറ്റവും സുന്ദരി ആ നീലിയായിരുന്നു. അതേ രാജാ, നീ പറഞ്ഞത് ശരിയാണ്. അവളുള്ള സുന്ദരിയായ ഒരു പെണ്ണിനെ അനുഭവിക്കാൻ നമുക്കും യോഗം കിട്ടിയല്ലോ. എന്നാലും അവളോടുള്ള കൊതി ഇനിയും തീരുന്നില്ലല്ലോ. അതും പറഞ്ഞുകൊണ്ട് വേലൻ ചിരിക്കാൻ തുടങ്ങി. അയാൾക്കൊപ്പം മറ്റുള്ളവരും ആ ചിരിയിൽ പങ്കുചേർന്നു. അയ്യപ്പൻ പറഞ്ഞത് കേട്ട് ശരിയെന്ന് പറഞ്ഞു. അവർ മൂവരും എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. മദ്യം നല്ലോണം തലയ്ക്ക് പിടിച്ച അവർ ആടിയാടി ഇപ്പോൾ വീണുപോകുമെന്ന തരത്തിലാണ് നടക്കുന്നത്. അയ്യപ്പാ, രാജാ, അങ്ങോട്ട് നോക്കിയേ, ഒരു പെണ്ണല്ലേ ആ നിൽക്കുന്നത്. വേലൻ കൈ ചൂണ്ടിയ ഭാഗത്തേക്ക് നോക്കിയ മറ്റുള്ളവരും ചൂട്ടിന്റെ വെളിച്ചത്തിൽ കുറച്ചു ദൂരത്തായി ഒരു പെണ്ണിനെ കണ്ടു. അതെ അതെ, വാ, ഒന്ന് പോയി നോക്കാം. അയ്യപ്പന്റെ വാക്ക് ശരിവെച്ചുകൊണ്ട് അവരെല്ലാവരും അവൾക്കടുത്തേക്ക് ആടിയാടി നടക്കാൻ തുടങ്ങി. ദേ ഇവിടെയല്ലേ അവളെ നമ്മൾ കണ്ടത്. ഇപ്പോൾ എവിടെ പോയി? അവളെ കാണാതെ അവർ മൂവരും ചുറ്റുഭാഗത്തേക്കും നോക്കി. ഇടതുഭാഗത്തേക്ക് നോക്കിയ രാജൻ കണ്ടു അതുവഴി നടന്നു പോകുന്നവളെ. ദേ നോക്ക്, ദാ പോകുന്നു അവൾ. രാജൻ പറഞ്ഞത് കേട്ട് വേലനും അയ്യപ്പനും ഇടതുഭാഗത്തേക്ക് നോക്കി. നമ്മൾ ഇവിടെയല്ലേ അവളെ കണ്ടത്. ഇത്ര പെട്ടെന്ന് അവളെങ്ങനെ അവിടെ എത്തി? അതെന്തെങ്കിലും ആകട്ടെ, വാ, നമുക്ക് അവളുടെ പുറകെ പോയി നോക്കാം. മദ്യം കീഴ്പ്പെടുത്തിയ ബോധത്തെ കാമമെന്ന വികാരവും പിടിമുറുക്കിയപ്പോൾ ആ വഴി അവസാനിക്കുന്നത് ആഴമേറിയ കുളത്തിലേക്കാണെന്നും തങ്ങൾ പോകുന്നത് അപകടത്തിലേക്കാണെന്നും ചിന്തിക്കാനുള്ള കഴിവ് അവർക്ക് നഷ്ടപ്പെട്ടിരുന്നു. നടന്നു നടന്നവൾ കുളത്തിന്റെ അരികിലെത്തി. അവളെ പിന്തുടർന്ന് ഒപ്പം അവർ മൂവരും അവിടെയെത്തി. അപ്പോഴേക്കും അവൾ അവിടെ നിന്നും മറഞ്ഞിരുന്നു. പിന്നെ അവളെ കാണുന്നില്ലല്ലോ. ഇവളിതെവിടെ? പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ അവർ മൂവരും ആരോ തള്ളിയിട്ടതുപോലെ കുളത്തിന്റെ ആഴങ്ങളിലേക്ക് പതിച്ചിരുന്നു. വേലന്റെയും രാജന്റെയും അയ്യപ്പന്റെയും മരണവാർത്ത അറിഞ്ഞുകൊണ്ടാണ് അടുത്ത പ്രഭാതം ഉണർന്നത്. ആ വാർത്തയറിഞ്ഞ ശങ്കരൻ പരിഭ്രമത്തോടെ അല്പം പോലും നേരം പാഴാക്കാതെ അഭിരാജിന്റെ അടുത്തേക്ക് ഓടി. തമ്പ്രാനെ, അങ്ങറിഞ്ഞോ? നമ്മുടെ വാക്കുകൾ മുഴുവിപ്പിക്കാനാവാതെ നിന്ന് കിതയ്ക്കുകയായിരുന്നു അയാൾ. ശങ്കരന്റെ മുഖത്തെ പരിഭ്രമം കണ്ട് അഭിരാജും ഒന്ന് പതറി. എന്താ ശങ്കര, എന്താ കാര്യം? നീ വല്ലാതെ പരിഭ്രമത്തിലാണല്ലോ. തമ്പുരാനെ, അത് നമ്മുടെ വേലനും അയ്യപ്പനും രാജനും അവിടെ കുളത്തിൽ മരിച്ചു കിടക്കുന്നു. ശങ്കരൻ പറഞ്ഞത് കേട്ട് ഭയത്താൽ അഭിരാജ് ഒരു നിമിഷം നിശ്ചലനായി നിന്നുപോയി. തമ്പുരാനെ, അങ്ങെന്താ ആലോചിക്കുന്നത്? നമുക്ക് അങ്ങോട്ട് പോകണ്ടേ? ശങ്കരന്റെ ചോദ്യം കേട്ട് അതെ, പോകണമെന്ന അർത്ഥത്തിൽ തലയാട്ടി. കുളക്കരയിലെത്തുമ്പോഴേക്കും മൃതശരീരങ്ങളെല്ലാം പോലീസ് കരയ്ക്കെത്തിച്ചിരുന്നു. ആ ശരീരങ്ങളുടെ മുഖത്തേക്ക് ഒരു പ്രാവശ്യം മാത്രം അഭിരാജ് നോക്കിയുള്ളൂ. കണ്ണുകൾ പുറത്തേക്ക് തുറിച്ച് രക്തമയമില്ലാതെ വിളറി വെളുത്ത് എന്തോ കണ്ട് ഭയന്നെന്ന വണ്ണമാറുന്നു അവയെല്ലാം. എന്നാലും എങ്ങനെ അവർ ഇവിടെ എത്തി? എങ്ങനെയായിരിക്കും അവർ കുളത്തിൽ വീണത്? എനിക്കും അത് അറിയില്ല അങ്ങുന്നേ. എന്നാലും കുടിയിലേക്ക് പോകാതെ ഇങ്ങോട്ടെന്തിനാണ് അവർ വന്നതെന്ന് ഞാനും ആലോചിക്കുന്നത്. ശങ്കരൻ പറഞ്ഞത് കേട്ട് വല്ലാത്തൊരു അസ്വസ്ഥത തന്നിൽ വന്ന് നിറയുന്നത് അഭിരാജ് അറിഞ്ഞു. ഞാനൊരു കാര്യം പറഞ്ഞാൽ അങ്ങൊന്ന് എന്നോട് ദേഷ്യപ്പെടരുത്. ശങ്കരൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് കേൾക്കാനായി അഭിരാജ് അക്ഷമയോടെ അടുത്തു കണ്ട ഒരു പാറക്കല്ലിൽ ഇരുന്നു കൊണ്ട് ശങ്കരനെ നോക്കി. നമുക്ക് ചുറ്റും നമ്മൾ അറിയാതെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ആദ്യം നമ്മുടെ ചിന്നൻ, പിന്നെ മണി, ഇപ്പോതേ ഇവരും. വാക്കുകൾ അവസാനിപ്പിച്ചുകൊണ്ട് ശങ്കരൻ അഭിരാജിനെ നോക്കി. താൻ പറഞ്ഞു വന്നത് എന്താണെങ്കിലും അതൊന്നും മുഴുവിപ്പിക്കടോ. അസ്വസ്ഥതയോടെ നെറ്റിച്ചുളിച്ചയാൾ ശങ്കരനോട് പറഞ്ഞു. അതങ്ങുന്നേ, കഴിഞ്ഞ 2 മരണങ്ങളും കൊലപാതകങ്ങളായിരുന്നു. ഇന്നുവരെ ആരാണ് എന്തിനാണ് എന്നൊന്നും പോലീസുകാർക്ക് കണ്ടുപിടിക്കാനായില്ല. അപ്പോഴാണ് വീണ്ടും 3 മരണങ്ങൾ ഒന്നിച്ചുണ്ടായിരിക്കുന്നത്. മാത്രവുമല്ല, അങ്ങ് ശ്രദ്ധിച്ചോ, എല്ലാവരും എന്തോ കണ്ട് ഭയന്ന പോലെയാണുള്ളത്. അതുകൊണ്ട് എനിക്കെന്തോ സംശയം തോന്നുന്നു. ഒരുപക്ഷെ ഇനി ഇതെല്ലാം ചെയ്തത് മനുഷ്യർ അല്ലായിരിക്കുമോ? അപ്പോൾ താൻ പറഞ്ഞു വരുന്നത് ഇതെല്ലാം ചെയ്യുന്നത് വേറെ വല്ല ശക്തികളും ആണെന്നാണോ? അങ്ങനെ ചോദിച്ചാൽ അതെന്റെ വെറുമൊരു സംശയം മാത്രമാണ് അങ്ങുന്നേ. അതുകേട്ട് അഭിരാജ് ആകെ വല്ലാതെയായി. തന്റെ മനസ്സിൽ തോന്നുന്ന സംശയങ്ങൾ തന്നെ ശങ്കരനും പറഞ്ഞപ്പോൾ അത് വെറുമൊരു കാര്യമായി അവഗണിക്കാൻ തോന്നിയില്ല. കുറച്ചു ദിവസമായി എനിക്കും അങ്ങനെ ചില സംശയങ്ങൾ തോന്നിയിരുന്നു. തന്നോട് ഞാനത് പറഞ്ഞില്ലെന്നേയുള്ളൂ. ചിലപ്പോഴൊക്കെ രാത്രികളിൽ ആരോ സൂക്ഷിച്ചു നോക്കുന്നതായും പിന്തുടരുന്നതായും തോന്നിയിരുന്നു. എന്തിനും ഏതിനും നമുക്കൊപ്പം ഉണ്ടായിരുന്ന 5 പേരാണ് ഇപ്പോൾ അടുത്തടുത്ത ദിവസങ്ങളിലായി മരണപ്പെട്ടിരിക്കുന്നത്.
അതുകൊണ്ട് ഇക്കാര്യം നമ്മൾ ഗൗരവമായി തന്നെ കാണേണ്ടിയിരിക്കുന്നു. തനിക്ക് സംഭവിക്കുന്ന അതേ കാര്യങ്ങൾ അഭിരാജിനും അനുഭവപ്പെട്ടിരുന്നു എന്നറിഞ്ഞപ്പോൾ ശങ്കരൻ ഒന്ന് വിറച്ചു. അതേ അങ്ങുന്നേ, ആദ്യം എന്റെ സംശയം ചാമിയായിരുന്നു. എന്നാലിപ്പോൾ മറ്റെന്തോ ശക്തി ഇതിനു പുറകിൽ ഉണ്ടെന്ന് തോന്നുന്നു. എങ്കിൽ ഇനിയും കാത്തിരുന്നിട്ട് കാര്യമില്ല. എന്തെങ്കിലും ചെയ്യേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ തന്നെ പോയാലോ ചേന്നാട് മനയിലേക്ക്? അഭിരാജ് ചോദിച്ചത് കേട്ട് ശങ്കരൻ ശരിയെന്ന അർത്ഥത്തിൽ തലകുലുക്കി. ഉടൻ തന്നെ അവർ രണ്ടുപേരും ചേന്നാട് മനയിലെ ദേവനാരായണൻ തിരുമേനിയെ കാണാനായി പുറപ്പെട്ടു. അധികം വൈകാതെ തന്നെ ഇല്ലത്തെത്തിയ അവരെ കാത്തുന്ന പോലെ മുൻവശത്തു തന്നെ ഉണ്ടായിരുന്നു അദ്ദേഹം. വരിക, നമ്മെ കാണാൻ ഇന്നാരോ വരുന്നുണ്ടെന്ന് ദേവി അരുളപ്പാട് തന്നിരുന്നു. ആട്ടെ, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? ആലങ്ങാട്ട് നിന്ന്, അഭിരാജ് ഭവ്യതയോടെ പറഞ്ഞു. അകത്തേക്ക് കയറിയിരിക്കുക. എന്താണാവോ ആഗമനോദ്ദേശ്യം? അതുപിന്നെ അത്, അഭിരാജ് വാക്കുകൾക്കായി പരതി. എന്തായാലും മടിക്കാതെ പറഞ്ഞുകൊള്ളുക. പരിഹാരമുണ്ടാക്കാം നമുക്ക്. ഒരൽപ്പം മടിയോടെയാണെങ്കിലും അഭിരാജ് സംഭവിച്ചതെല്ലാം ദേവനാരായണൻ തിരുമേനിയോട് പറഞ്ഞു. എല്ലാം ശ്രദ്ധയോടെ കേട്ട ശേഷം രാശിപ്പലകയിലൊന്ന് ഗണിച്ചു നോക്കി. മുൻപ് ചെയ്തു പോയ അപരാധത്തിന്റെ ബാക്കിയാണ് ഇപ്പോൾ അവിടെ നടക്കുന്നതൊക്കെ. നിങ്ങളുടെ ദുഷ്ടചെയ്തികളുടെ ഫലമായി മരണപ്പെട്ടു പോയ ഒരു പെൺകുട്ടിയുടെ ആത്മാവാണ് തന്നോട് നീതി കാണിച്ചവരോടൊക്കെ കണക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആരാണ് ആരാണ് അവൾ? മരണത്തിനപ്പുറവും ഞങ്ങളെ വേട്ടയാടുന്നത്. അതാരാണെന്ന് കൃത്യമായി നമുക്കും കാണാനാവുന്നില്ല. സ്വയം മറഞ്ഞു നിൽക്കുകയാണവൾ. എന്തായാലും ഈ ഉരുളിയിലേക്കൊന്ന് നോക്കിക്കൊള്ളൂ. അതിൽ കാണാം അവർ 5 പേരുടെയും മരണം എങ്ങനെയായിരുന്നുവെന്ന്. എന്തൊക്കെയോ മന്ത്രങ്ങൾ ഉരുവിട്ട ശേഷം ഉരുളിയിലെ ചുവന്ന നിറമുള്ള വെള്ളത്തിലേക്ക് ഒരു മുറി വെറ്റിലയിട്ടു. അപ്പോഴതിൽ തെളിഞ്ഞു വന്നു മുഖം വ്യക്തമാകാത്ത ഒരു സ്ത്രീരൂപം. അവരെ എങ്ങനെ ഇല്ലാതാക്കിയെന്ന്. ആ കാഴ്ചകളൊക്കെ കണ്ട് അഭിരാജും ശങ്കരനും വിറങ്ങലിച്ചുപോയി. തിരുമേനി, ഞങ്ങളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. മരണഭയത്താൽ വിറച്ച അവരിരുവരും അദ്ദേഹത്തോട് പറഞ്ഞു. നമ്മെ കൊണ്ടാവുന്നത് ചെയ്യാം. എന്നാലും ആരാണ് ശത്രു എന്നറിയാതെ യുദ്ധത്തിനിറങ്ങുന്നത് ബുദ്ധിയല്ല. അതുകൊണ്ടിപ്പോൾ നാം ഒരു ഏലസ് ജപിച്ചു തരാം. അത് നിങ്ങൾ രണ്ടുപേരും ദേഹശുദ്ധി വരുത്തിയ ശേഷം ധരിച്ചോളൂ. ശക്തമായ കർമ്മങ്ങൾ വേണ്ടിവരും. അതിന് ചില മുന്നൊരുക്കങ്ങൾ ആവശ്യമാണ്. എല്ലാം കഴിഞ്ഞ് 5-ാം നാൾ നാം അവിടെ എത്തുന്നതാണ്. അവിടെ തയ്യാറാക്കേണ്ട വസ്തുക്കളുടെ പേരടങ്ങിയ ചാർത്തുമായി അഭിരാജും ശങ്കരനും വീട്ടിലേക്ക് തിരിച്ചു. എന്നാലും ആരായിരിക്കും അങ്ങുന്നേ അത്? നമുക്കും ഒരു ഊഹവും കിട്ടുന്നില്ല ശങ്കര. എന്തായാലും നോക്കാം. തിരുമേനി വരാമെന്ന് സമ്മതിച്ചല്ലോ, അത് തന്നെ വലിയ ആശ്വാസം. അഭിരാജ് ഒന്ന് ദീർഘമായി നിശ്വസിച്ചു. വീട്ടിലെത്തിയതും കാര്യങ്ങളെല്ലാം വീട്ടുകാരോട് എങ്ങനെ തുറന്നു പറയണമെന്നറിയാതെ വിഷമത്തിലായി അഭിരാജ്. പക്ഷേ ഇനിയും ഒന്നും പറയാതിരുന്നാൽ ശരിയാവില്ല എന്ന് തോന്നിയതുകൊണ്ടാകും അന്ന് വൈകുന്നേരം എല്ലാവരോടുമായി കുറച്ചു കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അച്ഛാ, അമ്മേ, എനിക്ക് നിങ്ങളോട് എല്ലാവരോടുമായി കുറച്ചു കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്തോ ഗൗരവമായി പറയാൻ പോകുന്നുവെന്ന് മനസ്സിലാക്കി അവരെല്ലാവരും അയാളുടെ വാക്കുകൾക്കായി കാതോർത്തു. കുറച്ചു നാളുകളായി നമ്മളുടെ പണിക്കാരൊക്കെ ദുരൂഹമായി മരണപ്പെടുന്നുണ്ടല്ലോ. അതെല്ലാം ചെയ്യുന്നത് ഒരു അദൃശ്യ ശക്തിയാണെന്ന തോന്നൽ എന്നിൽ ശക്തിപ്പെട്ടതുകൊണ്ട് ഞാൻ ചേന്നോട് ഇല്ലം വരെയൊന്ന് പോയി പ്രശ്നം വെപ്പിച്ചു നോക്കി. ഒരു സ്ത്രീയുടെ ആത്മാവാണ് ഇതിനു പുറകിലെന്ന് ദേവനാരായണൻ തിരുമേനി ഗണിച്ചുകൊണ്ട് പറഞ്ഞു. മാത്രവുമല്ല, അവരുടെയെല്ലാം മരണത്തിന്റെ ദൃശ്യങ്ങളും ഓട്ടുരുളിയിലെ വെള്ളത്തിൽ തെളിഞ്ഞു കണ്ടു. ഇന്നേക്ക് 5-ാം നാൾ ഇവിടെ വന്ന് പ്രശ്നപരിഹാരം ഉണ്ടാക്കാമെന്ന് എനിക്ക് വാക്കു തന്നിട്ടുണ്ട്. ഇവിടെ യക്ഷിയോ? പക്ഷേ നമ്മൾ ആരോടും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് നമ്മുടെ പണിക്കാർ മരണപ്പെടുന്നത്? അവൾ ആരെന്നോ അവളുടെ പക ആരോടെന്നോ ഒന്നും എനിക്കും അറിയില്ല. എന്തായാലും ദേവനാരായണ തിരുമേനി വരുന്നതുവരെ നമ്മുടെ രക്ഷയ്ക്കായി അദ്ദേഹം എല്ലാവർക്കും പൂജിച്ച ഏലസ് തന്നിട്ടുണ്ട്. അഭിരാജ് പറഞ്ഞത് കേട്ട് രാമചന്ദ്രൻ ആശയക്കുഴപ്പത്തിലായി. എന്നാൽ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാവുന്ന സഹോദരന്മാർ ആകെ ഭയത്തിലായി. വേഗം തന്നെ എല്ലാവരും രക്ഷയെടുത്ത് ദേഹത്ത് ധരിച്ചു. ആ 3 പേരുടെ മരണത്തിന് കാരണം കണ്ടെത്താനാവാതെ വലയുകയായിരുന്നു പോലീസ്. ഇതേ സമയം ചെന്നാട് മനയിൽ ആ യക്ഷി ആരെന്നറിയാനുള്ള തന്ത്രപ്പാടിലായിരുന്നു ദേവനാരായണൻ തിരുമേനി. ദിവസം 3 കഴിഞ്ഞു. എങ്ങനെയൊക്കെ സ്വയം മറക്കാൻ നോക്കിയിട്ടും ദേവി കാളിയുടെ ഉപാസകന് മുന്നിൽ നീലിക്ക് മുട്ടുമടക്കേണ്ടി വന്നു. കാളിദേവിയുടെ കൃപയാൽ പൂജകൾക്ക് ശേഷം നീലിയുടെ ജീവിതം മുഴുവൻ
ദേവനാരായണൻ തിരുമേനിയുടെ അകക്കണ്ണിൽ തെളിഞ്ഞു. ഒരു പാവം അടിയാത്തി പെണ്ണ് ജീവിച്ചു കൊതിതീരും മുന്നേ അനുഭവിച്ച യാതനകൾ കണ്ട് അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു. എന്നാലും അമ്മേ ദേവി, ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനോട് ഇത്രയും ക്രൂരത ചെയ്യാനാവുമോ? അവൾ എന്തുമാത്രം വേദനിച്ചിരിക്കും. മരണത്തിനും അപ്പുറം അവരവളോട് ചെയ്യുന്നത് ദ്രോഹമല്ലേ? എന്തിനാണമ്മേ അവൾക്ക് ഈ വിധി നൽകിയത്? ഇത്രയും വലിയ നരാധന്മാർക്ക് വേണ്ടിയാണോ ഞാൻ സഹായം ചെയ്യാമെന്ന് പറഞ്ഞത്? ശിക്ഷിക്കപ്പെടേണ്ടവരെ രക്ഷിക്കാമെന്ന് വാക്കു നൽകിയതോർത്ത് ദേവനാരായണന് സ്വയം തന്നോട് തന്നെ പുച്ഛം തോന്നി. നീലിക്ക് എങ്ങനെയും നീതി കിട്ടണമെന്നും തെറ്റു ചെയ്തവർ ശിക്ഷിക്കപ്പെടണമെന്നും അയാൾ ആത്മാർത്ഥമായി തന്റെ ഉപാസനമൂർത്തിയായ കാളിദേവിക്ക് മുന്നിൽ മുട്ടുകുത്തി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. നീ അവരെ സഹായിക്കാമെന്ന് പറഞ്ഞതോർത്ത് നീ വിഷമിക്കരുത് മകനെ. ഇത് നിന്റെ നിയോഗമാണ്. നീലിയോട് ചെയ്തത് ക്രൂരത തന്നെയാണ്. എന്നാലും ഇനിയെങ്കിലും അവൾക്ക് അവൾ അർഹിക്കുന്ന മോക്ഷം നേടിക്കൊടുക്കേണ്ടത് നിന്റെ കടമയാണ്. എന്തായാലും നീ അവിടേക്ക് പോകാൻ തയ്യാറായിക്കൊള്ളുക. ഹിതമായതെന്തോ അതുതന്നെ ഭവിക്കും. ദേവിയുടെ അശരീരി കേട്ട് കണ്ണുകൾ തുടച്ചുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റു. സന്ധ്യ മയങ്ങിയ നേരം കുളിക്കാനായി പുഴയിലേക്ക് നടക്കുകയായിരുന്നു ശങ്കരൻ. തന്നെ ആരോ പിന്തുടരുന്നുണ്ടെന്ന് തോന്നി തിരിഞ്ഞു നോക്കിയെങ്കിലും ആരെയും കണ്ടില്ല. ചെറുതായി ഒന്ന് പരിഭ്രമിച്ച അയാളുടെ നടത്തം വേഗത്തിലായി. കുറച്ചു ദൂരം കഴിഞ്ഞതും വീണ്ടും ഒരു ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് തനിക്കു നേരെ വേഗത്തിൽ പാഞ്ഞു വരുന്നൊരു കാട്ടുപന്നിയെയാണ്. അതിന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി വഴിയോരത്തേക്ക് വെട്ടിത്തിരിയാൻ നോക്കിയതും താഴെ കിടന്നൊരു കല്ലിൽ തട്ടി പുറകിലെ കുറ്റിച്ചെടികൾക്ക് മുകളിലേക്ക് മറിഞ്ഞു വീണു. ആ വീഴ്ചയിൽ അറിയാതെ എന്തിലോ വലിച്ച് കയ്യിൽ കെട്ടിയിരുന്ന ഏലസ് താഴെ വീണിരുന്നു. അതൊന്നും ശ്രദ്ധിക്കാതെ ഭയത്താൽ അവിടെ നിന്നും കുടിയിലേക്ക് തിരിഞ്ഞോടാൻ തുടങ്ങി. കുറെ നേരം ഓടിയിട്ടും എവിടെയും എത്തിയില്ല. എന്നു മാത്രമല്ല, താൻ നിന്നിടത്ത് നിന്ന് ഒരിഞ്ച് പോലും അനങ്ങിയിട്ടില്ല എന്ന സത്യം അയാൾ തിരിച്ചറിഞ്ഞു. പതിയെ ഭയമെന്ന വികാരം അയാളെ ഗ്രസിച്ചു തുടങ്ങി. ചുറ്റും മാംസം കരിയുന്ന ഗന്ധം അനുഭവപ്പെട്ടു. തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് പാതി വെന്ത് കരിഞ്ഞൊരു സ്ത്രീരൂപത്തെയായിരുന്നു. അയാൾ അറിയാതെ തന്നെ ആ പേര് അയാൾ ഉച്ചരിച്ചു. നീലി. അത് കേട്ട് അവൾ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. അപ്പോൾ അവിടമാകെ കൊടുങ്കാറ്റ് വീശിയടിക്കാൻ തുടങ്ങി. അതെ, ഞാൻ തന്നെ, നീലി. നിന്റെയൊക്കെ കാമവെറിക്ക് ഇരയായി സ്വന്തം ജീവൻ നഷ്ടപ്പെട്ടവൾ. നീയൊക്കെ എന്തു കരുതി? എല്ലാ പെണ്ണുങ്ങളും ആണിന് വികാരം ശമിപ്പിക്കാനുള്ള കളിപ്പാവയാണെന്നോ? നിനക്ക് തെറ്റി ശങ്കര. ഇപ്പോൾ ഞാൻ വന്നത് എന്നോടും എന്നെ പോലെയുള്ള നിരവധി പെണ്ണുങ്ങളോടും ക്രൂരത കാണിച്ച നിനക്കൊക്കെ മരണം വിധിക്കാനാണ്. ഇനിയൊരു പെണ്ണിനോടും ഒന്നും ചെയ്യരുത്. വേണ്ട നീലി, എന്നെ ഒന്നും ചെയ്യരുത്. ഇനി ഞാൻ ആരോടും ഒന്നും ചെയ്യില്ല. എന്നെ ഒന്ന് വിശ്വസിക്ക്. ദയവായി എന്നെ കൊല്ലരുത്. ഇപ്പോൾ നീ നിന്റെ ജീവന് വേണ്ടി എന്നോട് അപേക്ഷിക്കുന്നോ? ഓർക്കുന്നുണ്ടോ നീയന്ന് ഞാൻ നിന്നോട് എന്നെ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞത്, എന്നെ കൊല്ലരുതെന്ന് പറഞ്ഞത്? നീലിയുടെ കണ്ണിൽ ക്രോധത്താൽ അഗ്നിയാളി. അവൾ അയാളെ വായുവിൽ ഉയർത്തി വട്ടം കറക്കി. അയാൾ മരണഭയത്താൽ പേടിച്ചു ഉറക്കെ കരയാൻ തുടങ്ങി. അപ്പോഴും തന്നെ വെറുതെ വിടണമെന്ന് അയാൾ അവളോട് അപേക്ഷിച്ചു കൊണ്ടിരുന്നു. കുറച്ചുനേരം വട്ടം കറക്കിയ ശേഷം വലിയൊരു മരത്തിലേക്ക് എടുത്തെറിഞ്ഞു. വീഴ്ചയുടെ ആഘാതത്തിൽ ശരീരത്തിലെ പല അസ്ഥികളും നുറുങ്ങിയിട്ടുണ്ടായിരുന്നു. ശരീരത്താകമാനം രക്തമൊഴുകുന്നുണ്ടായിരുന്നു. അയാളുടെ വേദനയാലുള്ള ഞെരുക്കം കേട്ട് അവൾ അതിഭയങ്കരമായി പൊട്ടിച്ചിരിച്ചു. പതിയെ അവിടെ നിന്നവൾ അപ്രത്യക്ഷയായി. രാത്രിയുടെ യാമങ്ങൾ പുലരിക്ക് വഴിമാറി. ശരീരമാകെ നുറുങ്ങി രക്തം വാർന്ന് മരണത്തിന് കീഴടങ്ങിയ ശങ്കരന്റെ മരണവാർത്ത കേട്ടാണ് അന്ന് നാടുണർന്നത്. തന്റെ വലം കൈയായ ശങ്കരനും യമപുരി പൂകിയതറിഞ്ഞ് അഭിരാജ് പുഴയ്ക്കരികിലെത്തി. ഒരു തവണയെ അയാൾ ആ മൃതദേഹത്തിലേക്ക് നോക്കിയുള്ളൂ. രക്തമൊലിപ്പിച്ച് ഉറുമ്പരിച്ചു തുടങ്ങിയ ആ ശരീരം കണ്ട് അയാൾ ഞെട്ടിവിറച്ചു. തന്റെ ദിനങ്ങളും എണ്ണപ്പെട്ടു കഴിഞ്ഞെന്ന് അയാൾ ഉറപ്പിച്ചു. അന്ന് രാത്രി പതിവ് പോലെ അയാൾ വീട്ടിലേക്ക് നടക്കുകയായിരുന്നു. അപ്പോഴാണ് തനിക്ക് ചുറ്റും മാംസം കരിയുന്ന ഗന്ധമുണ്ടെന്ന് അഭിരാജ് തിരിച്ചറിഞ്ഞത്. ഭയം തോന്നിയ അയാൾ പിന്തിരിഞ്ഞ് ഒന്ന് നോക്കുക പോലും ചെയ്യാതെ മുന്നോട്ടോടിക്കൊണ്ടിരുന്നു. അല്പദൂരം ഓടിയ ശേഷമാണ് അയാൾ തന്റെ കയ്യിൽ രക്ഷയുടെ കാര്യം ഓർത്തത്. നന്നേ കിതച്ചുകൊണ്ട് അയാൾ അവിടെ നിന്നു. എടീ, നീ വെറുമൊരു ആത്മാവ് മാത്രമാണ്. ചേനാട് മനയിലെ തിരുമേനി പൂജിച്ചു തന്ന ഈ രക്ഷ എന്റെ ശരീരത്തിലുള്ളതുവരെയും എന്നെ ഒരു ചുക്കും ചെയ്യാൻ നിനക്കാവില്ലടി.
നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ മുന്നിലേക്ക് വാ. അഭിരാജ് ആരോടെന്നില്ലാതെ ഉറക്കെ വിളിച്ചു കൂകി. പെട്ടെന്ന് അയാളുടെ തൊട്ടില്ല എന്ന മട്ടിൽ ഒരു വവ്വാൽ പറന്നുപോയി. രാവിലെ കുളിക്കാനും തുണിയലക്കാനുമായി പുഴയിലേക്ക് പോവുകയായിരുന്നു ജാനു. അപ്പോഴവൾ തനിക്ക് മുഖാമുഖമായി നടന്നു വന്ന അഭിരാജിന്റെ സഹോദരന്മാരെ കണ്ടത്. അവളെ കണ്ടതും ചുണ്ടുകളൊന്ന് നനച്ചുകൊണ്ട് രാമദാസ് ഒരു പ്രത്യേക രീതിയിൽ ഒന്ന് ചിരിച്ചു. കൺമുന്നിൽ നിന്നും മറയുന്നതുവരെ അവരെല്ലാം അവളെ ഇമയനക്കാതെ നോക്കി നിന്നു. നീലിയുടെ അത്രയ്ക്ക് ഇല്ലെങ്കിലും ഇവളും തരക്കേടില്ല. ഇവളെ ഇന്ന് പൊക്കിയാലോ? അത് വേണോ എന്നർത്ഥത്തിൽ രാമദാസിനെ മറ്റുള്ളവരൊന്നു നോക്കി. തിരുമേനി പൂജിച്ചു തന്ന ഈ രക്ഷ നമ്മുടെയെല്ലാം ശരീരത്തിൽ ഉള്ളിടത്തോളം കാലം ഒരു ശക്തിക്കും നമ്മളെയൊന്നും ചെയ്യാനാവില്ല എന്നുള്ളത് മറന്നുപോയോ നിങ്ങൾ? രാമദാസ് പറഞ്ഞത് കേട്ട് അവരുടെ മുഖമെല്ലാം തെളിഞ്ഞു. ഇന്ന് രാത്രി എങ്ങനെ ജാനുവിനെ കടത്താം എന്ന ആലോചനയിലായി അവർ. ശങ്കരനും കൂടി മരണപ്പെട്ടതോടെ അഭിരാജ് സന്ധ്യ മയങ്ങുന്നതിനു മുന്നേ വീട്ടിലെത്തി. ഇതേ സമയം ജാനുവിനെ കടത്താനുള്ള പദ്ധതി തയ്യാറാക്കുകയായിരുന്നു അഭിരാജിന്റെ സഹോദരന്മാർ. പുഴയിൽ നിന്നും കുളിച്ചലക്കിയ വസ്ത്രങ്ങളുമായി കുടിയിലേക്ക് നടക്കുകയായിരുന്നു ജാനു. അവളുടെ വരവും പ്രതീക്ഷിച്ച് അവരാ വഴിയിൽ കാത്തുനിന്നു. അവളെ കണ്ടതും അവർ വഴിയുടെ ഇരുവശത്തിലേക്കും കയറി ഒളിച്ചുനിന്നു. അവൾ അടുത്തെത്തിയതും അവർ അവളുടെ മേൽ ചാടി വീണ് വായ പൊത്തിപ്പിടിച്ചു. പിടിവലിക്കിടയിൽ അവളുടെ കയ്യിലെ വസ്ത്രങ്ങൾ താഴെ വീണു. അവളെ പൊക്കിയെടുത്തുകൊണ്ട് ആരും കാണുന്നില്ലെന്ന് ഉറപ്പുവരുത്തി കളപ്പുരയിലേക്ക് നടന്നു. അപ്പോഴും അവൾ അവരിൽ നിന്നും രക്ഷപ്പെടണം എന്നോണം കുതറിക്കൊണ്ടിരുന്നു. ജാനുവിനെ ഉപദ്രവിക്കുന്നത് കണ്ട് അവളെ രക്ഷിക്കാനായി നീലി ശ്രമിച്ചെങ്കിലും അവരുടെ ശരീരത്തിലെ ഏലസിന്റെ ശക്തിയാൽ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. നിസ്സഹായായി അവൾ ഒരവസരത്തിനായി അവരെ പിന്തുടർന്നു. കളപ്പുരയിലെത്തിയ അവർ അവളെ ഒരു മുറിയിൽ കൊണ്ടുപോയി കട്ടിലിൽ ബന്ധിച്ച ശേഷം മദ്യം കഴിക്കാനായി പോയി. അപ്പോഴും ജാനു കരയുകയായിരുന്നു. മദ്യം കഴിച്ച് അവർ ജാനുവിനെ കെട്ടിയിട്ട മുറിയിലെത്തി. കെട്ടുകൾ അഴിച്ചു മാറ്റിയതും പേടിയോടെ അവൾ ഓടിച്ചെന്ന് മുറിയുടെ ഒരു വശത്തേക്ക് ഒതുങ്ങി നിന്നു. അവളുടെ ആ പ്രവൃത്തി അവരെ വല്ലാതെ ഹരം കൊള്ളിക്കുന്നുണ്ടായിരുന്നു. അവരിൽ ഒരാൾ അവളുടെ അടുത്ത് ചെന്ന് കയ്യിൽ പിടിച്ചു, ശക്തിയായി വലിച്ചു. വേദനയുടെ ആധിക്യത്താൽ അവൾ ആർത്തു കരയുകയും രക്ഷിക്കണമെന്ന് നിലവിളിക്കുകയും ചെയ്തു. ഒപ്പം അയാളിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അവളുടെ എതിർപ്പുകളൊന്നും വകവയ്ക്കാതെ അയാൾ അവളെ വലിച്ച് കട്ടിലിലേക്കിട്ടു. കട്ടിലിലേക്ക് മലർന്നടിച്ചു വീണ അവളുടെ ശരീരത്തിലേക്ക് അയാൾ ആർത്തിയോടെ ചേർന്നു. വളരെ കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെയോ അയാളുടെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടു. അപ്പോഴേക്കും ശബ്ദം കേട്ട് മറ്റുള്ളവരും മുറിയിലേക്കെത്തി. എങ്ങനെയൊക്കെയോ അവിടെയെല്ലാം തള്ളിമാറ്റി അവൾ മുറി തുറന്നു പുറത്തേക്കോടി. മുറിക്ക് പുറത്തെത്തിയ അവൾ വേഗം ആ വാതിലടച്ചു കുറ്റിയിട്ടു. അവരിൽ നിന്ന് രക്ഷപ്പെട്ട ആശ്വാസം ഉള്ളിലുണ്ടായിരുന്നുവെങ്കിലും തനിക്ക് വന്ന ദുർവിധി ഓർത്തവൾ താഴെയിരുന്ന് കരഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴും അവർ ആ വാതിലിൽ അടിക്കുകയും വാതിൽ തുറക്കാനായി പുലഭ്യം പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ചു സമയം അവൾ ആ ഇരിപ്പ് തുടർന്നു. തന്റെ തോളിലൊരു കരസ്പർശം അറിഞ്ഞ് ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റു അവൾ. തനിക്ക് മുന്നിൽ നിൽക്കുന്ന നീലിയെ കണ്ട് അവളിൽ അത്ഭുതവും ഭയവും ഏറെയുണ്ടായി. ചേച്ചി, ചേച്ചി ഇവിടെ എന്താ? നമ്മുടെ കുടിയിലേക്ക് വരാത്ത എന്താ? ചാമിയേട്ടനും ഞങ്ങളുമൊക്കെ ചേച്ചിയെ കാണാതെ എന്തുമാത്രം വിഷമിച്ചെന്നോ? എനിക്കറിയാം എല്ലാം. പക്ഷേ ഞാനിന്ന് നിസ്സഹായാണ്. ഇവരെല്ലാം ചേർന്ന് എൻ്റെ ജീവൻ ഇല്ലാതാക്കി. ഇപ്പോൾ ഞാൻ വെറുമൊരു ആത്മാവ് മാത്രമാണ്. ഇവരോടൊക്കെ പ്രതികാരം ചോദിക്കാനിറങ്ങിയ ആത്മാവ്. നീലിയുടെ വാക്കുകൾ ഒരു ഞെട്ടലോടെയാണ് ജാനു കേട്ടത്. വീണ്ടും അവൾ ആർത്തുലച്ച് കരയാൻ തുടങ്ങി. അത് കണ്ട് നീലി തുടർന്നു. എന്നെപ്പോലെ ഒരുപാട് പെൺകുട്ടികളെ നശിപ്പിച്ച് ജീവൻ എടുത്തവരാണിവർ. ഇന്നവർ നിന്നെയും ഉപദ്രവിക്കാൻ ശ്രമിച്ചു. ഇനിയും അവരെ ജീവിക്കാൻ അനുവദിച്ചാൽ ഇനിയും പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിക്കും ഇവർ. അത് കേട്ട് ജാനുവിലും പ്രതികാരാഗ്നി ആളിക്കത്തി. അവരെ കൊല്ലണം. നമ്മെ പോലുള്ള അടിയാത്തി പെണ്ണുങ്ങളുടെ മടിക്കുത്തഴിച്ച് അവരെ മരണത്തിലേക്ക് തള്ളിവിടുന്ന ഒറ്റയൊരുത്തനും ജീവിച്ചിരുന്നുകൂടാ. കൊല്ലു ചേച്ചി എല്ലാത്തിനെയും. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ ബോധരഹിതയായി നിലത്തു വീണു. ആ ഒരു നിമിഷം മതിയായിരുന്നു നീലിക്ക് ജാനുവിന്റെ ശരീരത്തിലേക്ക് കയറാൻ. പതിയെ ജാനു കണ്ണുകൾ തുറന്നു. അപ്പോഴവളുടെ കണ്ണുകൾക്ക് ചോര ചുവപ്പായിരുന്നു. വർദ്ധിച്ച കോപത്തോടെ അവൾ ആ കളപ്പുര മുഴുവൻ തിരയാൻ തുടങ്ങി.
അപ്പോഴാണ് അവൾ ഒരു മുറിയിൽ മണ്ണെണ്ണ ഇരിക്കുന്നത് കണ്ടത്. അതെടുത്തുകൊണ്ട് അവരെ പൂട്ടിയിട്ടിരിക്കുന്ന മുറിയുടെ ജനലിൽ അരികിലെത്തി. ശേഷം ജനൽ വാതിൽ തുറന്ന് ആ മണ്ണെണ്ണ മുഴുവൻ ആ മുറിയിലേക്ക് ഒഴിച്ചു. എന്നിട്ട് മുറിയിൽ കത്തിച്ചു വെച്ച വിളക്കിലെ തിരിയെടുത്ത് അതിലേക്ക് എറിഞ്ഞു. തീ ആളിക്കത്തി. അവരെല്ലാം പൊള്ളലേറ്റ് അലറി വിളിച്ചു. കളപ്പുര കത്താൻ തുടങ്ങിയതും നീലി അവിടെ നിന്നും ഇറങ്ങി ജാനുവിനെ പിടിച്ചുകൊണ്ടുവന്ന് പുഴയോരത്ത് നടക്കാൻ തുടങ്ങി. അവിടെ എത്തിയതും ജാനുവിന്റെ ശരീരത്തിൽ നിന്നും പുറത്തു കടന്ന നീലി അതുവരെയുള്ള അവളുടെ ഓർമ്മകളെയും കൊണ്ടാണ് അപ്രത്യക്ഷയായത്. ഇതേ സമയം നേരമിരുട്ടിയിട്ടും ജാനുവിനെ കാണാത്തപ്പോൾ അവളെ തിരഞ്ഞിറങ്ങിയതാണ് അവളുടെ വീട്ടുകാർ. പുഴയോരത്തേക്ക് നടന്നെത്തിയ അവർ കണ്ടു അവിടെ ബോധമറ്റ് കിടക്കുന്ന ജാനുവിനെ. അവളെ കണ്ടതും അവളുടെ ഭർത്താവ് ഓടിപ്പോയി താഴെയിരുന്നു. അവളുടെ തലയെടുത്ത് മടിയിൽ വെച്ച് അവളെ വിളിക്കാൻ തുടങ്ങി. കുറെ തവണ വിളിച്ചിട്ടും അവൾ ഉണരുന്നില്ലെന്ന് മനസ്സിലാക്കിയതും ചാമിയോടി പുഴയിലേക്ക് പോയി ഒരു ഇലക്കുമ്പിൾ നിറയെ വെള്ളമെടുത്തു അവളുടെ അരികിലെത്തി മുഖത്ത് തളിച്ചു. എന്താ ജാനു, നിനക്കെന്താ പറ്റിയേ? നീ കുളിക്കാൻ വന്നതല്ലേ? അതെ, എനിക്കറിയില്ല എന്താ പറ്റിയെന്ന്. കുളി കഴിഞ്ഞ് ഞാൻ നടന്നു വന്നത് ഓർമ്മയുണ്ട്, പിന്നെയൊന്നും ഓർമ്മയില്ല. എന്തൊക്കെയോ ഓർത്തെടുക്കാൻ ശ്രമിച്ചെന്ന വണ്ണം അവൾ പറഞ്ഞു. കളപ്പുര കത്തിയമർന്നു എന്ന വാർത്ത കേട്ടാണ് അടുത്ത പുലരി ഉദിച്ചത്. അപ്പോഴാണ് ഏട്ടന്മാരൊന്നും ഇന്നലെ രാത്രി തിരികെ വന്നില്ലെന്ന് ഉണ്ണികൃഷ്ണൻ അച്ഛനോട് പറയുന്നത്. ചില രാത്രികളിൽ മദ്യം കഴിക്കാനായി മക്കൾ അവിടെ പോകാറുള്ളത് അയാൾ ഓർത്തു. ചതിച്ചോ എന്റെ ഭഗവതി, എന്റെ മക്കൾ ഇന്നലെ അവിടെ ഉണ്ടായിരുന്നോ? രാമഭദ്രൻ നെഞ്ചിൽ കൈവച്ചു. അത് കേട്ടുകൊണ്ടാണ് അഭിരാജ് അവിടേക്ക് വന്നത്. എന്താച്ചാ, എന്തു പറ്റി? മോനെ, നമ്മുടെ കളപ്പുരിക്ക് ഇന്നലെ രാത്രി തീപിടിച്ചു. അത് കേട്ടതും അഭിരാജ് ഞെട്ടിവിറച്ചു. എങ്ങനെ എങ്ങനെയാണ് കളപ്പുര അഗ്നിക്കിരയായത്? അറിയില്ല മോനെ, എനിക്കൊന്നും അറിയില്ല. എന്റെ മക്കൾക്ക് ഒരബദ്ധം വരുത്തല്ലേ ഭഗവതി. ആ വൃദ്ധന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. വാ അച്ഛാ, നമുക്കവിടെ പോയി നോക്കാം. ഏട്ടന്മാർക്കൊന്നും സംഭവിച്ചു കാണില്ല. അതും പറഞ്ഞ് ഉണ്ണികൃഷ്ണൻ അച്ഛനെ ഒന്ന് നോക്കി. അവർ മൂവരും അവിടെ നിന്നും കളപ്പുരയിലേക്ക് നടക്കാൻ തുടങ്ങി. അപ്പോഴും ആ വൃദ്ധൻ ദൈവത്തോട് ഉള്ളുരുക്കി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, മക്കൾക്കൊന്നും വരുത്തരുതേ എന്ന്. ഇതേ സമയം ചെന്നാട്ട് ഇല്ലത്തിൽ നിന്നും ആലങ്ങോട്ടേക്കുള്ള യാത്രയിലായിരുന്നു ദേവനാരായണൻ തിരുമേനി. എന്തുകൊണ്ടോ അദ്ദേഹത്തിന്റെ ഉള്ളിൽ വല്ലാത്തൊരു സംതൃപ്തി ഉണ്ടായിരുന്നു. രാമഭദ്രനും അഭിരാജും ഉണ്ണികൃഷ്ണനും കത്തിയമർന്ന കളപ്പുരയിലേക്ക് എത്തുമ്പോഴേക്കും അവിടെ പോലീസ് നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നുണ്ടായിരുന്നു. പാതി കത്തിക്കരിഞ്ഞ അസ്ഥികൂടങ്ങൾ പുറത്തേക്കെടുക്കുമ്പോഴാണ് അവർ മൂവരും എത്തിയത്. അയ്യോ, എന്താ ഇവിടെ സംഭവിച്ചത്? എന്റെ മക്കൾക്ക് എന്താ പറ്റിയേ? രാമഭദ്രൻ അത് കണ്ട് കരയാൻ തുടങ്ങി. ഇന്നലെ രാത്രിയിൽ ഈ കളപ്പുരയ്ക്ക് തീപിടിച്ചു. അതിനകത്തുണ്ടായിരുന്നവരെല്ലാം അതിൽപ്പെട്ടു. ഇത്രയുമേ ഇപ്പോൾ അറിയൂ, എസ് ഐ രാഘവൻ അവർക്കരികിലെത്തി പറഞ്ഞു. പാതി കത്തിക്കരിഞ്ഞ മക്കളുടെ മുഖം കണ്ട് രാമഭദ്രൻ ഞെട്ടിത്തെരിച്ചു. ഉണ്ണികൃഷ്ണന്റെയും അഭിരാജിന്റെയും അവസ്ഥ മറിച്ചായിരുന്നില്ല. ദേവനാരായണൻ തിരുമേനി ആലങ്ങാട്ടേക്ക് എത്തുമ്പോഴേക്കും അവിടെ ജനസാഗരമായിരുന്നു. മക്കളുടെ മൃതദേഹങ്ങൾക്ക് മുന്നിൽ എല്ലാം നഷ്ടപ്പെട്ടതുപോലെ അമ്മയും. ആകെ തകർന്ന് അച്ഛനും. അതിനടുത്തായി മറ്റുള്ളവരും ഉണ്ടായിരുന്നു. തിരുമേനിയെ കണ്ടതും അഭിരാജ് അദ്ദേഹത്തിന്റെ അരികിലേക്കെത്തി. ഇന്നലെ കളപ്പുര അഗ്നിക്കിരയായി. അതിൽ അനിയന്മാരെല്ലാം പെട്ടുപോയി. നമുക്ക് അങ്ങോട്ടേക്ക് മാറി നിന്നാലോ? തിരുമേനി എന്തോ ഗൗരവത്തിലാണെന്ന് മനസ്സിലായതും ശരിയെന്ന അർത്ഥത്തിൽ തലയനക്കിക്കൊണ്ട് അഭിരാജ് ആളൊഴിഞ്ഞ ഭാഗത്തേക്ക് മാറി നിന്നു. ഒപ്പം തിരുമേനിയും. ഇതൊരു അപകടമാണെന്ന് തോന്നുന്നുണ്ടോ അഭിരാജ്? അതെന്താ തിരുമേനി അങ്ങനെ പറഞ്ഞത്? അഭിരാജ് നെറ്റി ചൊളിച്ചു. അത് കണ്ട് ദേവനാരായണൻ തുടർന്നു. ഇതൊക്കെ നിങ്ങളൊക്കെ ചെയ്തു കൂട്ടിയ പാപത്തിന്റെ ഫലം. തിരുമേനി അങ്ങ് പറയുന്നത്? അഭിരാജിന്റെ വാക്കുകൾ മുറിഞ്ഞു. നിങ്ങളെല്ലാവരും ചേർന്ന് ഒരു സാധുപെണ്ണിനെ നശിപ്പിച്ചു കൊന്നില്ലേ? അവൾ ഒരു യക്ഷിയായി മാറിയിരിക്കുന്നു. തങ്ങൾ ചെയ്തതെല്ലാം ദേവനാരായണൻ അറിഞ്ഞു എന്ന് അഭിരാജ് മനസ്സിലാക്കി. ആരാണ് അവളെന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും അപമാനഭാരത്താൽ അയാൾക്ക് തലയുയർത്താനായില്ല. അതവളാണ്, നീലി. അവളോട് ചെയ്ത ക്രൂരതയുടെ ഫലമാണ് ഈ നടക്കുന്നതൊക്കെ. ഇനി മരണപ്പെടാനുള്ളത് നീ മാത്രമാണ്. നീലി എന്ന പേര് കേട്ടതും അഭിരാജ് ഒന്ന് ഞെട്ടി. എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം തിരുമേനി. നീയും ശിക്ഷിക്കപ്പെടണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ മരണപ്പെട്ട ഒരാത്മാവിനെ മോക്ഷത്തിലേക്ക് എത്തിക്കുക എന്നതും എൻ്റെ കർത്തവ്യമാണ്. അതുകൊണ്ട് മാത്രം
നിന്നെ ഞാൻ സഹായിക്കാം. പക്ഷേ ഇതൊരു മരണം നടന്ന വീടാണ്. പുല മാറുന്നതുവരെ എനിക്കൊന്നും ചെയ്യാനാവില്ല. അത് കഴിഞ്ഞ് വേണ്ടത് ചെയ്യാം. അതുവരെയും സ്വയം രക്ഷിച്ചു കൊള്ളുക. ദേവനാരായണൻ അതും പറഞ്ഞുകൊണ്ട് ഇല്ലത്തേക്ക് മടങ്ങി. ഇനി എങ്ങനെ താൻ അവളിൽ നിന്നും രക്ഷപ്പെടുമെന്ന ചിന്തയിലായി അഭിരാജ്. ശവദാഹം കഴിഞ്ഞ് ഓരോരുത്തരായി അവിടെ നിന്നും പോയി തുടങ്ങി. രാത്രി ഏറെ വൈകിയിട്ടും അഭിരാജ് ഉറങ്ങിയില്ല. എന്തൊക്കെയോ ആലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതുകണ്ട് ഉണ്ണികൃഷ്ണൻ അഭിരാജിന്റെ അരികിലെത്തി. എന്താ ഏട്ടാ, എന്താ പറ്റിയേ? പോയി കിടക്കാൻ നോക്കൂ, സമയം ഒരുപാടായില്ലേ? പോണം. നീ പൊയ്ക്കോ, ഞാൻ വന്നോളാം. ദിവസങ്ങൾ കഴിഞ്ഞുകൊണ്ടിരുന്നു. മുറിയിൽ നിന്നും പുറത്തിറങ്ങാതെയും ആരോടും സംസാരിക്കാതെയും ഇടയ്ക്കൊക്കെ കരഞ്ഞും സമനില തെറ്റിപ്പോയി അഭിരാജിന്. ഇടയ്ക്കൊക്കെ ആരോടൊക്കെയോ മാപ്പ് ചോദിക്കുന്നതും കേൾക്കാം. മരണാനന്തര ചടങ്ങുകളെല്ലാം തീർന്നു. ചേനാട് നിന്നും ദേവനാരായണൻ എത്തി നീലിയെ മോക്ഷപഥത്തിലെത്തിക്കാൻ. എല്ലാരോടുമായി നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. എല്ലാം കേട്ട് പാവം ആ വൃദ്ധ ദമ്പതികൾ നടുങ്ങിപ്പോയി. മക്കളുടെ മരണത്തേക്കാൾ അതവരെ വേദനിപ്പിച്ചു. സുഭദ്ര മോഹാലസ്യപ്പെട്ട് വീണു. സമയം സന്ധ്യയോടടുത്തു. ഹോമകുണ്ഡം തയ്യാറായി. നീലിയെ ആവാഹിക്കാനുള്ള കർമ്മങ്ങൾക്ക് തുടക്കമായി. എല്ലാവരും ഭയഭക്തി ബഹുമാനത്തോടെ അവിടെ പ്രാർത്ഥന നിരതരായി നിന്നു. ദേവനാരായണന്റെ നിർദ്ദേശപ്രകാരം നീലിയുടെ കുടുംബക്കാരും ആ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനായി എത്തിയിരുന്നു. ആവാഹന ക്രിയകൾ പുരോഗമിക്കവേ പ്രകൃതിയുടെ ഭാവം മാറാൻ തുടങ്ങി. കാറ്റ് കൊടുങ്കാറ്റായി. വൃക്ഷങ്ങൾ ആടിയുലഞ്ഞ് ശിഖരങ്ങൾ പൊട്ടിവീണു. നായകൾ ഓരിയിടാൻ തുടങ്ങി. ഹോമകുണ്ഡത്തിനരികിലെ നിലവിളക്കുകളെല്ലാം കരിന്തിരി കത്തി വായുവിൽ പാറി താഴെ വീണു. തുള്ളിക്കൊരു കുടം കണക്കെ ശക്തമായി മഴ ചാറാൻ തുടങ്ങി. അവൾ രൗദ്രഭാവത്തിൽ ആ ആവാഹന കളത്തിനരികിൽ പ്രത്യക്ഷയായി. ഇല്ല ദേവനാരായണ, നിനക്കെന്നെ ഒന്നും ചെയ്യാനാവില്ല. എന്റെ പ്രതികാരം പൂർത്തിയാക്കാതെ ഞാൻ മടങ്ങില്ല. ഇവനെയും ഇല്ലാതാക്കിയിട്ടേ ഈ നീലി അടങ്ങൂ. അത് നടക്കില്ല നീലി. ഞാനിവിടെ വന്നത് നിനക്ക് മോക്ഷം നേടിത്തരാനാണ്. അതുകൊണ്ട് നീ ശാന്തയായേ മതിയാകൂ. നിന്നോട് തെറ്റ് ചെയ്തവർക്കുള്ള ശിക്ഷ നീ നൽകി കഴിഞ്ഞു. ഇനിയുള്ളത് അഭിരാജാണ്. അയാൾ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയായി ബുദ്ധിഭ്രമം സംഭവിച്ചു. ഇതിൽ കൂടുതൽ ഇനി എന്ത് ശിക്ഷയാണ് നൽകേണ്ടത്? എന്റെ ജീവിതവും ജീവനും ഇല്ലാതാക്കിയവർക്കെല്ലാം ഞാൻ നൽകിയത് മരണശിക്ഷയാണ്. ഇവനും അതേ വിധി നൽകിയാലേ എന്റെ ആത്മാവിന് ശാന്തി കിട്ടൂ. അവൾ അഭിരാജിനെ നോക്കി. വർദ്ധിച്ച കോപത്തോടെ മുരണ്ടുകൊണ്ട് അഭിരാജിനരികിലേക്ക് ചുവടുകൾ വെച്ചു. അത് കണ്ട് ദേവനാരായണൻ മന്ത്രങ്ങൾ ഉറക്കെ ചൊല്ലാൻ തുടങ്ങി. മന്ത്രങ്ങൾ കേട്ട് അവൾ വല്ലാതെ അസ്വസ്ഥതയായെങ്കിലും തന്റെ ഇരയുടെ നേർക്കടുത്തു. ഒരു കൈയിൽ അഭിരാജിന്റെ കഴുത്തിൽ പിടിച്ചുയർത്തി ദൂരേക്കെറിഞ്ഞു. വേദനയാൽ പുളയുന്ന അയാളുടെ അടുത്തേക്ക് ചെന്ന് 2 കൈകൊണ്ടും കഴുത്തിൽ അമർത്തി പിടിച്ച് ഞെരുക്കാൻ തുടങ്ങി. മന്ത്രങ്ങൾ ഉച്ചസ്ഥായിയിലെത്തി. അവൾക്ക് തന്റെ ശക്തികൾ ചോർന്നു തുടങ്ങി. അപ്പോഴും അഭിരാജിന്റെ കഴുത്തിൽ നിന്നും അവൾ പിടിവിട്ടില്ല. അഭിരാജിന്റെ ചലനം നിലച്ചുവെന്ന് ഉറപ്പാക്കിയ ശേഷം അവൾ അയാളെ താഴേക്കിട്ടു. തന്റെ പ്രതികാരം പൂർത്തിയായതും അവൾ ശാന്തസ്വരൂപിണിയായി ദേവനാരായണന്റെ മന്ത്രകളത്തിലെത്തി. മകനെ ദേവനാരായണ, തന്നെ ഇല്ലാതാക്കിയവർക്കുള്ള ശിക്ഷ അവൾ നൽകി. ഭൂമിയിലെ ജീവിതം അത്രയുള്ളൂ എങ്കിലും അടിച്ചമർത്തപ്പെട്ട അടിമയുടെ ക്രൂരതയ്ക്ക് മേലെ വിജയം നേടിയവളുടെ ഉദാഹരണമാണ് നീലി. നീ അവളെ ദേവീ ചൈതന്യം നൽകി ഒരു വിഗ്രഹത്തിലേക്ക് ആവാഹിച്ച് ദേവിയായി കുടിയിരുത്തുക. ഇനിയുള്ള കാലം സ്ത്രീകൾക്ക് അമ്മയായി, പാപികൾക്ക് കാളീദേവിയായി അവൾ വാഴട്ടെ. തന്റെ ഉപാസനമൂർത്തിയുടെ അരുൾവാക്ക് കേട്ടതും പൂർണ്ണ മനസ്സോടെയും അതിയായ സന്തോഷത്തോടെയും അയാൾ ദേവിക്ക് മുന്നിൽ നമസ്കരിച്ചു. തനിക്ക് ലഭിച്ച ഭാഗ്യമോർത്ത് നീലി ദേവിക്ക് മുൻപിൽ അശ്രുക്കളോടെ കൈകൾ കൂപ്പി. മക്കളെയെല്ലാം നഷ്ടപ്പെട്ടതോർത്തും അപമാനഭാരവും കാരണം പിന്നീട് രാമചന്ദ്രൻ ആത്മഹത്യ ചെയ്തു. തന്റെ ഉപാസകൻ സ്വയം മരണം വരിച്ചതോർത്ത് കുടുംബത്തിലെ പരദേവതയും അവിടം വിട്ടിറങ്ങി. ദിനം 3 കഴിഞ്ഞതും ദേവനാരായണൻ ഭക്തിയുടെയും സന്തോഷത്തോടെയും നീലിയെ ദേവിയായി വാഴിക്കാനുള്ള കർമ്മങ്ങൾ തുടങ്ങി. 7-ാം ദിവസം ചടങ്ങുകൾക്കെല്ലാം അവസാനം ഏവരെയും നോക്കി വണങ്ങിയ ശേഷം നീലി ആ വിഗ്രഹത്തിൽ ലയിച്ചു. അടുത്തുതന്നെ ഒരു ചെറിയ അമ്പലം പണിത് ദേവിയായി കുടിയിരുത്തി. പിന്നീടാരും ആലങ്ങാട്ട് തറവാട്ടിൽ താമസിച്ചില്ല. തങ്ങളേൽക്കേണ്ടി വന്ന ദുരനുഭവങ്ങളെല്ലാം അവരെയും ബാധിച്ചിരിക്കാം. വാസു പറഞ്ഞു നിർത്തി ആലങ്ങാട്ട് വീടിന്റെ ചരിത്രം. അപ്പോൾ ആ തറവാട്ടിലുള്ള നീലിയുടെ വിഗ്രഹത്തിൽ
മുഖം വളരെയധികം ശാന്തമായിരുന്നു. ഒപ്പം ഒരു പുഞ്ചിരിയും. പ്രിയ കൂട്ടുകാരെ, കഥകൾ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ഒരു ലൈക്കും കമൻറ്റും കൂടി. താങ്ക് യു.